യെസ്. PDF കാണുന്നുണ്ടോ? ഒരാളെ വന്നിട്ടുള്ളൂ അല്ലേ? ക്ലാസ് റീസ്റ്റാർട്ട് ചെയ്തുകൊണ്ട് ഞാൻ ഓൾറെഡി PDF ഗ്രൂപ്പിൽ ഇട്ടിട്ടുണ്ട്, പ്രിയാമ്പിളും ഫണ്ടമെന്റൽ ആയിട്ടോ. യെസ്, എല്ലാവരും വേഗം വന്ന് ജോയിൻ ചെയ്യട്ടെ. ഓക്കെ, നമുക്ക് സ്പീഡിൽ പ്രിയാമ്പിള് വേഗം കംപ്ലീറ്റ് ചെയ്ത് പോവാം. നേരത്തെ നമ്മൾ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു, കുഴപ്പമില്ല, നമുക്ക് അഗൈൻ റീസ്റ്റാർട്ട് ചെയ്യാം. ഞാൻ നിങ്ങളുടെ അടുത്ത് ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലെ, പ്രിയാമ്പിളും ഞാൻ പറയുന്ന കേൾക്കുന്നുണ്ടോ? PDF കാണുന്നുണ്ടോ? പ്രശ്നമൊന്നുമില്ലല്ലോ, കുഴപ്പമൊന്നുമില്ലല്ലോ അല്ലേ? ആരെങ്കിലും ഒരാളൊന്ന് റെസ്പോണ്ട് ചെയ്യോ? PDF കാണുന്നുണ്ടല്ലോ, ഞാൻ പറയുന്ന കേൾക്കുന്നുണ്ടല്ലോ. യെസ്, ഓക്കെ. സോ നമ്മുടെ രണ്ടാമത്തെ ലെക്ചർ 2, രണ്ടാമത്തെ പ്രിയാമ്പിൾ ആൻഡ് ഫണ്ടമെന്റൽ റൈറ്റ്. ഓൾറെഡി PDF ഞാൻ ഗ്രൂപ്പിലിട്ടുണ്ട്, നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടാവും. സോ ഈ ക്ലാസ് നിങ്ങളെ ഓൾറെഡി ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഇന്നലെയും ഇന്നും കൊണ്ട് നിങ്ങൾ പ്രിയാമ്പിളും ഫണ്ടമെന്റൽ റൈറ്റും കംപ്ലീറ്റ് ആക്കണമെന്ന്. ഒബ്വിയസ്ലി നിങ്ങൾ പ്രിയാമ്പിൾ കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ടാവും, ഫണ്ടമെന്റൽ റൈറ്റിന്റെ കുറച്ച് ഭാഗങ്ങൾ ബാക്കി ഉണ്ടാവും. കുഴപ്പമില്ല, എനിക്ക് തോന്നുന്നു ഓൾമോസ്റ്റ് എല്ലാവരും കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടാവും എന്നുള്ളത്. ഓക്കെ, സോ നമുക്ക് ഡയറക്റ്റ് ക്ലാസ്സിലേക്ക് കിടക്കാം. പ്രിയാമ്പിൾ അല്ലെ, പ്രിയാമ്പിൾ പ്രിയാമ്പിൾ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് എൻ ഇൻട്രൊഡക്ഷൻ അല്ലെ, ഒരു ആമുഖമാണ്. ഇറ്റ്സ് ജസ്റ്റ് എൻ പ്രിയാമ്പിൾ ഈസ് എൻ ഇൻട്രൊഡക്ഷൻ ടു ദി കോൺസ്റ്റിറ്റ്യൂഷൻ. നേരത്തെ ഗായത്രി പറഞ്ഞ പോലെ, അല്ലെങ്കിൽ പ്രിഫേസ് ടു ദ കോൺസ്റ്റിറ്റ്യൂഷൻ അല്ലെ. നമ്മുടെ മെയിൻസിന് വാട്ട് ഈസ് പ്രിയാമ്പിൾ അല്ല അങ്ങനെ ചോദിക്കില്ല. എന്നിരുന്നാലും പ്രിയാമ്പിൾ എന്നുള്ള ഏതെങ്കിലും ഒരു കാര്യം ചോദിച്ചു കഴിഞ്ഞാൽ അല്ല, ഡയറക്റ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസും പ്രതീക്ഷിക്കാം. ഫണ്ടമെന്റൽ ഡ്യൂട്ടീസിനെ കുറിച്ചൊക്കെ ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ടായിരുന്നു. സോ ആ രീതിയിൽ ഡയറക്റ്റ് ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാൽ 2 വരി നിങ്ങളൊന്ന് ഓർത്തിരിക്കുന്നത് നല്ലതാണ്. പ്രിയാമ്പിൾ ഈസ് ആൻ ഇൻട്രൊഡക്ടറി സ്റ്റേറ്റ്മെന്റ് ടു ദ കോൺസ്റ്റിറ്റ്യൂഷൻ. ഇറ്റ് സെറ്റ് ഔട്ട് the guiding values, philosophy, and the objectives of the Constitution. Reflect the essence and soul of the Constitution. ഇതില് ജസ്റ്റ് 1-2 വരികൾ ഓർത്തിരിക്കുക. ഓക്കെ, പ്രിയാമ്പിൾ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് മെയിൻസിന്റെ പെർസ്പെക്റ്റീവിൽ ഉത്തരം വേണമല്ലോ എഴുതാൻ അല്ലെ. പ്രിയാമ്പിൾ റിഫ്ലക്ട് ദ എസെൻസ് ആൻഡ് ഗൈഡിംഗ് പ്രിൻസിപ്പിൾസ് ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ. വി ഓൾ നോ ദാറ്റ് പ്രിയാമ്പിൾ വാസ് ബേസ്ഡ് ഓൺ ദി ഒബ്ജക്റ്റീവ് റെസൊല്യൂഷൻ അല്ലെ. ഒബ്ജക്റ്റീവ് റെസൊല്യൂഷൻ എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്, സിമ്പിൾ ആണ്. ഒബ്ജക്റ്റീവ് റെസൊല്യൂഷൻ മൂവ്ഡ് ബൈ ദി ജവഹർലാൽ നെഹ്റു, PYQ ആണ്. ഇത്രയും കാര്യങ്ങൾ നമുക്ക് ഓൾറെഡി അറിയാം. അഗെയിൻ ഞാൻ പറയാണ്, നിങ്ങൾ ഈ പ്രിയാമ്പിളിന്റെ ഈ ഒരു പോർഷൻ, ടെക്സ്റ്റ് ഓഫ് ദ പ്രിയാമ്പിൾ കാണാപ്പാഠം പഠിക്കുക. ഓക്കെ, കാണാപ്പാഠം പഠിക്കണം കേട്ടോ. കാര്യം ഇവിടെ നിന്ന് ക്വസ്റ്റ്യൻസ് കൂടുതൽ കാണാറുണ്ട്. പ്രിയാമ്പിൾ സിവിൽ സർവീസസിനാണെങ്കിലും KS-നാണെങ്കിലും എല്ലാ എക്സാമിന്റെയും അല്ലെങ്കിൽ ഏതൊരു എക്സാമിനും ഈ പ്രിയാമ്പിൾ എന്നുള്ളത് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ടോപ്പിക് ആണ്. PYQ ഒക്കെ കാണുമ്പോൾ ഒരുപാട് ക്വസ്റ്റ്യൻസ് റിപ്പീറ്റ് ചെയ്തിട്ട് നമുക്ക് കാണാൻ പറ്റും. സോ വി ദ പീപ്പിൾ ഓഫ് ഇന്ത്യ, കാണാപ്പാഠം പഠിക്കുക. നമ്മുടെ പ്രിയാമ്പിൾ അല്ലേ, ആമുഖം അല്ല അല്ലെ. ആമുഖം നമ്മളൊരു ബുക്കൊക്കെ എടുക്കുകയാണെങ്കിൽ അല്ലെ, ഒരു പുസ്തകമൊക്കെ വായിക്കാൻ എടുക്കുകയാണെങ്കിൽ ഒരു ഇൻട്രൊഡക്ഷൻ എന്നുള്ള രീതിയിൽ, ഒരു ആമുഖം എന്നുള്ള രീതിയിൽ അതിൽ എന്തൊക്കെ അടങ്ങിയിട്ടുണ്ട് എന്ന് നമുക്കൊരു ഒരു ചെറിയൊരു പാരഗ്രാഫിൽ തരുന്ന അല്ലെങ്കിൽ ഒരു ഐഡിയ തരുന്ന ഒരു കാര്യമാണ് ഇൻട്രൊഡക്ഷൻ അല്ലെ. അതേ രീതിയിൽ തന്നെയാണ് പ്രിയാമ്പിളും. വി ദ പീപ്പിൾ ഓഫ് ഇന്ത്യ ഹാവിംഗ് solemnly resolved to constitute India into a sovereign, socialist, secular, democratic republic. ഓർത്ത് വെച്ചോളൂ ഈ വാക്ക്, ഇതേപോലെ ഓർത്ത് വെച്ചോളൂ. പ്രിയാമ്പിളിൽ എന്താണ് പറഞ്ഞിട്ടുള്ളത്, ഏത് രീതിയിലാണ് പറഞ്ഞിട്ടുള്ളത് എന്നൊക്കെ ചോദിക്കും. സൊവേറിൻ, സോഷ്യലിസ്റ്റ്, സെക്യുലർ അല്ലെ. ഇങ്ങനെ ആലോചിക്കണം. SSSDR, 3 S, 1 D, 1 R. ഇങ്ങനെ ഒന്ന് ആലോചിച്ചാൽ മതി അല്ലെ. ഈ രീതിയിൽ നിങ്ങളുടെ രീതിയിൽ എന്തെങ്കിലുമൊക്കെ സ്പെല്ലിങ്ങോ ആൽഫബറ്റോ ഇതൊക്കെ വെച്ച് ആലോചിക്കുക. SSSR, SSSDR അല്ലെ, SSSDR, സൊവേറിൻ, സോഷ്യലിസ്റ്റ്, സെക്യുലർ, ഡെമോക്രാറ്റിക് റിപ്പബ്ലിക്.
ഒരു കാര്യമല്ല, നമുക്കറിയാം SSI, സോഷ്യലിസ്റ്റ്, സെക്യുലാർ ആൻഡ് ഇന്റഗ്രിറ്റി. സോഷ്യലിസ്റ്റ്, സെക്യുലാർ ആൻഡ് ഇന്റഗ്രിറ്റി, ഈ 3 വാക്കും ഏത് അമെന്റ്മെന്റ് പ്രകാരമാണ് ആഡ് ചെയ്തത്? നേരത്തെ ഒരു സ്റ്റുഡന്റ് പറഞ്ഞിട്ടുണ്ടായിരുന്നു, എന്നാലും ഞാൻ അഗൈൻ ആസ്കിങ്. ഏത് അമെന്റ്മെന്റ് പ്രകാരമാണ് ആഡ് ചെയ്തിട്ടുള്ളത്? PYQ ആണ് PSCയുടെ. ഏത് അമെന്റ്മെന്റ് പ്രകാരമാണ് ആഡ് ചെയ്തിട്ടുള്ളത്? (42nd) ആമിന, BYQ, യെസ്. 42nd ഡിനോസിയൻസ്, യെസ് അല്ലെ. 42nd അമെന്റ്മെന്റ് ആക്ട് വർഷം 1976 അല്ലെ. യെസ്, 1976. നമ്മൾ ഇതിപ്പം കാണുമ്പോൾ നമുക്ക് വളരെ എളുപ്പമായി തോന്നും. പക്ഷെ 42nd 44th ഓപ്ഷനിൽ എയും ബിയും ആയി കാണുമ്പോൾ നമുക്ക് കൺഫ്യൂഷൻ ഉണ്ടാവും കേട്ടോ. നമ്മളിപ്പോ ഒരുപാട് അമെന്റ്മെന്റുകളൊക്കെ ഇങ്ങനെ പഠിക്കുന്ന സമയത്ത് നമുക്ക് കൺഫ്യൂഷൻ ഉണ്ടാവും. അതുകൊണ്ട് ഓർത്തിരിക്കുക, 42nd അമെന്റ്മെന്റ് ആക്ട് ആണ് SSI, സോഷ്യലിസ്റ്റ്, സെക്യുലർ ആൻഡ് ഇന്റഗ്രിറ്റി അല്ലെ. സോഷ്യലിസ്റ്റ്, സെക്യുലർ അല്ലെ, ഈ 2 വാക്കും ആഡ് ചെയ്തത് 42nd അമെന്റ്മെന്റ് ആക്ട് ആണ്. പിന്നീടുള്ള കീ ടേമുകൾ ആലോചിച്ച് നോക്കൂ. ജസ്റ്റിസ്, സോഷ്യൽ, എക്കണോമിക്കൽ, പൊളിറ്റിക്കൽ അല്ലെ. ഈ ഓരോ വാക്കും നിങ്ങൾ കാണാപ്പാടം തന്നെ പഠിക്കുക. ഈ വാക്ക് തന്നെ എടുത്തു പോയി പ്രിയാമ്പിൾ ഇങ്ങനെയുള്ള വാക്ക് ഉൾപ്പെട്ടിട്ടുണ്ടോ എന്ന് തന്നെ ചോദിക്കും. അതുകൊണ്ട് ഇമ്പോർട്ടന്റ് ആണ് പ്രിയാമ്പിൾ പഠിക്കുക എന്നുള്ളത് കേട്ടോ. ലിബർട്ടി ഓഫ് തോട്ട് അല്ലെ. ഇനി ഓരോ വാക്കുകളും നമുക്ക് ഇങ്ങനെ എടുത്ത് പഠിക്കാനുണ്ട് അല്ലെ. ലിബർട്ടി എന്താണ്, ജസ്റ്റിസ് എന്താണ്, ഈക്വാലിറ്റി എന്താണ്, ഫ്രാറ്റേണിറ്റി എന്താണ്, റിപ്പബ്ലിക് എന്താണ്. ലിബർട്ടി ഓഫ് തോട്ട്, എക്സ്പ്രഷൻ, ബിലീഫ്, ഫെയ്ത്ത് ആൻഡ് വർഷിപ്പ്. ഓരോ വാക്കും ഓരോ വേർഡും പഠിക്കുക. ഈക്വാലിറ്റി ഓഫ് സ്റ്റാറ്റസ് ആൻഡ് ഓപ്പർച്യൂണിറ്റി, പ്രൊമോട്ട് എമംഗ് ഓൾ. ഈക്വാലിറ്റി ഓഫ് സ്റ്റാറ്റസ് ആൻഡ് ഓപ്പർച്യൂണിറ്റി ഇതിന്റെ ബാക്കിയാണ് കേട്ടോ. ആൻഡ് ടു പ്രൊമോട്ട് എമംഗ് ദം ഓൾ ഇതിന്റെ ബാക്കിയാണ് കേട്ടോ. ഇവിടെയാണ് വരേണ്ടത്, ജസ്റ്റ് സ്പേസ് അടിച്ചു പോയതാണ്. ഫ്രാറ്റേണിറ്റി, ഫ്രാറ്റേണിറ്റി അഷ്യൂറിംഗ് ദ ഡിഗ്നിറ്റി ഓഫ് ദി ഇൻഡിവിജ്വൽ അല്ലെ. ഡിഗ്നിറ്റി ഓഫ് ദി ഇൻഡിവിജ്വൽ ആസ് വെൽ ആസ് ദ യൂണിറ്റി ആൻഡ് ഇന്റഗ്രിറ്റി ഓഫ് ദ നേഷൻ. 2 കാര്യം അല്ലെ. ഡിഗ്നിറ്റി ഓഫ് ദി ഇൻഡിവിജ്വൽ, യൂണിറ്റി ആൻഡ് ഇന്റഗ്രിറ്റി ഓഫ് ദി നേഷൻ ഇൻ അവർ കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലി ദിസ് 26th day of November 1949. സോറി, ഒരു കാര്യം ആലോചിക്കുക, ഡേറ്റ് PSCയുടെ ഫേവറേറ്റ് ആണ്. ഡേറ്റുകൾ ഓർത്തിരിക്കണം, PSC ചോദിക്കും അല്ല. സ്റ്റുഡൻസ് ഏറ്റവും പെട്ടെന്ന് ഉത്തരം തെറ്റിക്കാനുള്ള ഒരു മാർഗമാണ് ഡേറ്റ് ഇട്ട് കൊടുത്താൽ മതി. എല്ലാവരും അങ്ങ് തെറ്റിച്ചങ്ങ് പോയിക്കോളും അല്ലെ. സോ November 26, 1949 adopt, enact and give ourselves this constitution. ഈ പ്രിയാമ്പിൾ എന്ത് ചെയ്യുക, നിങ്ങൾ ജസ്റ്റ് ഒന്ന് ഓർമ്മിച്ചിരിക്കുക അല്ലെ. വാട്ട് ആർ ദ കീ ഇൻഗ്രീഡിയൻസ് അല്ലെ. കീ ഇൻഗ്രീഡിയൻസ് ഓഫ് ദി പ്രിയാമ്പിൾ അല്ലെ. 4 ഇൻഗ്രീഡിയൻസ് ഉണ്ടെന്ന്. കീ ഇൻഗ്രീഡിയൻസ് ഓഫ് ദി പ്രിയാമ്പിൾ സിമ്പിൾ ആണ് കേട്ടോ. ഇതൊക്കെ നിങ്ങൾക്ക് തന്നെ റീഡ് ചെയ്താൽ മനസ്സിലാക്കാൻ പറ്റുന്നതേ ഉള്ളൂ അല്ലെ. ഡിറൈവ് ഇറ്റ്സ് അതോറിറ്റി ഫ്രം ദ പീപ്പിൾ ഓഫ് ഇന്ത്യ. Derive its authority from the people of India. പിന്നെന്താണ് നിങ്ങൾ പറഞ്ഞേ, നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവുമല്ലോ അല്ലെ. The preamble state that the constitution derive its authority from the people of India അല്ലെ. From the people of India ചോദിക്കും കേട്ടോ, PYQ ആണ്. ഇവിടെ എന്ത് ചെയ്യും, പീപ്പിൾ ഓഫ് ഇന്ത്യ മാറ്റിയിട്ട് പാർലമെന്റ് എന്നാക്കും. ഓക്കെ, അപ്പൊ അത് ശ്രദ്ധിക്കുക, പീപ്പിൾ ഓഫ് ഇന്ത്യ ആണ് അല്ലെ. ഇറ്റ് ഡിക്ലെയർസ് ദാറ്റ് ഇന്ത്യ ഈസ് എ സോവറിൻ, സോഷ്യലിസ്റ്റ്, സെക്യുലർ, ഡെമോക്രാറ്റിക് റിപ്പബ്ലിക് അല്ലെ. നമ്മൾ പഠിച്ചു ഇപ്പൊ SSDR. ഒബ്ജക്റ്റീവ് ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ അല്ലെ. ഇറ്റ് സ്പെസിഫൈസ് ജസ്റ്റിസ്, ലിബർട്ടി, ഈക്വാലിറ്റി ആൻഡ് ഫ്രാറ്റേണിറ്റി ആസ് ഒബ്ജക്റ്റീവ് അല്ലെ. ഫ്രാറ്റേണിറ്റി ആസ് ഒബ്ജക്റ്റീവ്സ്. Date of adoption November 26, 1949. So these are the 4 ingredients of preamble. Just ഓർത്തിരിക്കുക, നമ്മുടെ ലക്ഷ്മികാന്തിൽ ഇതേപടി കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ ജസ്റ്റ് പറഞ്ഞതേ ഉള്ളൂ അല്ലെ. സോ നൗ നമ്മുടെ പ്രിയാമ്പിളിൽ ഉൾപ്പെട്ടിട്ടുള്ള
കീ വേർഡ്സ് നമുക്ക് സ്പീഡിൽ ഒന്ന് റിവിഷൻ ചെയ്ത് പോവാം. അല്ലെ, കീ കോമ്പണൻസ് ഓഫ് ദ പ്രിയാമ്പിൾ സ്പീഡിൽ ഞാൻ പറഞ്ഞു പോവേ. ഇത് സിമ്പിൾ ആയിട്ടുള്ള ടോപ്പിക്കാണ്, നിങ്ങൾക്ക് തന്നെ വായിച്ചാൽ മനസ്സിലാവുന്ന ടോപ്പിക്കാണ്. സോഴ്സ് ഓഫ് അതോറിറ്റി ഓൾറെഡി നമ്മൾ പറഞ്ഞു. വി ദ പീപ്പിൾ ഓഫ് ഇന്ത്യ implies that the popular sovereignty, അല്ലെ. The constitution derive its power from the people of India. ഓൾറെഡി നമ്മൾ പറഞ്ഞു, people of India, people of India, അല്ലെ. ഓക്കെ, കേൾക്കുന്നുണ്ടല്ലോ. യെസ്. ഓക്കെ, നെറ്റ്വർക്കിന്റെ ഇഷ്യൂ ഉണ്ട് കേട്ടോ. ഇനി നെറ്റ്വർക്കിന്റെ ഒരു പ്രശ്നം വന്നു കഴിഞ്ഞാൽ ക്ലാസ് ക്യാൻസൽ ആവും. ഓക്കെ, നമുക്ക് അടുത്ത ഇതിലെടുക്കാം. റൈറ്റ് നൗ നോ പ്രോബ്ലം. സോ നമ്മൾ ഓൾറെഡി പറഞ്ഞു, സോഴ്സ് ഓഫ് ദ അതോറിറ്റി കോൺസ്റ്റിറ്റ്യൂഷൻ പീപ്പിൾ ഓഫ് ഇന്ത്യ ആണ്, അല്ലാതെ വേറെ ഒരു എക്സ്റ്റേണൽ പവറോ എക്സ്റ്റേണൽ ഫോഴ്സോ അല്ല. ഇന്ത്യയിലെ ജനങ്ങളാണ്, സിമ്പിൾ ആണ്, കാര്യം ഓർത്തിരിക്കുക. അടുത്ത നേച്ചർ ഓഫ് ഇന്ത്യ സ്റ്റേറ്റ്. നമ്മുടെ ഈ പ്രിയാമ്പിളിൽ പറഞ്ഞിട്ടുള്ള ഓരോ ടേമും നമ്മൾ എന്ത് ചെയ്യും, ജസ്റ്റ് ഒന്ന് കീവേഡ് ആയിട്ട് ജസ്റ്റ് ഒന്ന് സ്പീഡിൽ പറഞ്ഞു പോവാം. സൊവേറിയൻ എന്താണ്? സൊവേറിയൻ എന്ന് പറഞ്ഞാല് പ്ലീസ് ആൻസർ. സൊവേറിയൻ എന്ന് പറഞ്ഞാൽ എന്താണ്? സിമ്പിൾ ആണ്, കോൺസെപ്റ്റ് മനസ്സിലാക്കിയിട്ട് ജസ്റ്റ് മുമ്പോട്ട് പോയാൽ മതി. അല്ല, എന്താണ് സൊവേറിയൻ? ആരെങ്കിലും പറയാൻ പറ്റുമോ ഒറ്റ വരിയില്? പരമാധികാരം, അല്ല, പരമാധികാരം. സിമ്പിൾ ആണല്ലേ. ഇന്ത്യ ഒരു രാജ്യത്തിനെയും ഡിപ്പെൻഡ് ചെയ്യുന്നില്ല. പരമാധികാരം റിയ സുൽത്താന. ഇന്ത്യ ഈസ് ഇൻഡിപെൻഡന്റ്, അല്ലെ. ഒരു നോട്ട് സബ്ജക്റ്റഡ് ടു കൺട്രോൾ എനി ഓഫ് ദി എക്സ്റ്റേണൽ അതോറിറ്റി, ക്യാൻ മേക്ക് ഇറ്റ് ഇറ്റ്സ് ഓൺ പോളിസി ഇന്റേണൽ. അതായത് ഇന്ത്യ ഒരു രാജ്യത്തെയും ഡിപ്പെൻഡ് ചെയ്യുന്നില്ല, ഒരു രാജ്യം ഇന്ത്യയും ഡിപ്പെൻഡ് ചെയ്യുന്നില്ല. അതെ, നോട്ട് അണ്ടർ ദി കൺട്രോൾ ഓഫ് എനി എക്സ്റ്റേണൽ അതോറിറ്റി, ബോത്ത് എക്സ്റ്റേണൽ ആൻഡ് ഇന്റേണൽ, അല്ലെ. അതാണ് ഇന്ത്യ ഒരു രാജ്യത്തെയും ഡിപ്പെൻഡ് ചെയ്യുന്നില്ല. അതേപോലെ തന്നെ അതാണ് സൊവേറിൻ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. സോ അതൊരു ബേസിക് ആയിട്ടുള്ള ഒരു ടേം ആണ്, ജസ്റ്റ് ഒന്ന് അറിഞ്ഞിരിക്കുക, അല്ലെ. എന്നാലും നിങ്ങളൊന്ന് ആലോചിക്കുക, സൊവേറിൻ എന്ന് പറഞ്ഞാലും യുണൈറ്റഡ് നേഷൻസ് ഓർഗനൈസേഷനും അല്ലെങ്കിൽ ഇന്റർനാഷണൽ പരമായിട്ടുള്ള കാര്യങ്ങളൊന്നും ഇതിനെ ബാധിക്കില്ല കേട്ടോ. അതൊരു എക്സെപ്ഷൻ ആണ്, അല്ലെ. ഈ പറഞ്ഞ പോലെ ഇന്റർനാഷണൽ ഓർഗനൈസേഷൻ അല്ലെങ്കിൽ യുണൈറ്റഡ് നേഷൻസ് ഓർഗനൈസേഷനിലൊക്കെ ഇന്ത്യ അംഗത്വം എടുത്താലും അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ മെമ്പർഷിപ്പ് എടുത്തു കഴിഞ്ഞാലൊന്നും അതൊന്നും സൊവേറിനിറ്റിയെ ബാധിക്കുന്ന രീതിയിലുള്ള കാര്യങ്ങളല്ല. ജസ്റ്റ് ഒന്ന് ഓർത്തിരിക്കുക. നെക്സ്റ്റ് വൺ ഈസ് സോഷ്യലിസ്റ്റ്, അല്ല. സോഷ്യലിസ്റ്റ് അറിയാം, ആഡഡ് ബൈ 42nd അമെന്റ്മെന്റ് ആക്ട് നമ്മൾ പഠിച്ചു. എയിം ഫോർ ദി എക്കണോമിക് ആൻഡ് സോഷ്യൽ ഈക്വാലിറ്റി, എംബസൈസസ് വെൽഫെയർ സ്റ്റേറ്റ്, നോട്ട് ഡോക്ട്രൈൻ സോഷ്യലിസം. ഇന്ത്യൻ സോഷ്യലിസം, അല്ലെ. നമുക്ക് പറയാം ഇന്ത്യൻ സോഷ്യലിസം ഈസ് എ ബ്ലെൻഡ് ഓഫ് മാർക്സിസം ആൻഡ് ഗാന്ധിസം, അല്ലെ. ലീനിങ് ഹൈലി ടുവേർഡ്സ് ഗാന്ധിസം, അല്ലെ. ഇന്ത്യൻ സോഷ്യലിസം, സോഷ്യലിസ്റ്റ്. അറിയാലോ, സിമ്പിൾ അല്ലേ, കാര്യങ്ങൾ ഞാൻ പറയണ്ടല്ലോ. ഇന്ത്യൻ സോഷ്യലിസം എന്ന് പറയുന്നത് ബ്ലെൻഡ് ഓഫ് മാർക്സിസം ആൻഡ് ഗാന്ധിയനിസം ആണ്, പക്ഷേ ഹൈലി ലീൻഡ് ടുവേർഡ്സ് ഗാന്ധിയനിസം, അല്ല. സോഷ്യലിസം, സോഷ്യലിസ്റ്റ് ചിന്തകൾ. സെക്യുലർ, സെക്യുലർ ആഡഡ് ബൈ 42nd അമെന്റ്മെന്റ് ആക്ട്. വീണ്ടും ഈ അമെന്റ്മെന്റ് ആണ് ചോദിക്കുക. ഓക്കെ, SSI, സെക്യുലർ. ഈക്വൽ റെസ്പെക്ട് ടു ഓൾ റിലീജിയൻ, നോ സ്റ്റേറ്റ് റിലീജിയൻ, സ്റ്റേറ്റ് മെയിൻറ്റെയിൻസ് ന്യൂട്രാലിറ്റി ദ റിലീജിയസ് മാറ്റേഴ്സ്, അല്ലെ. ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യക്ക് ഒരു സ്റ്റേറ്റ് റിലീജിയൻ ഇല്ല, അല്ലെ. നമുക്ക് അറിയുന്ന കാര്യമാണ്. സിമ്പിൾ അല്ലേ, ഞാൻ കൂടുതൽ എക്സ്പ്ലെയിൻ ചെയ്യേണ്ട കാര്യമില്ലല്ലോ, അല്ലെ. ഇതൊക്കെ അറിയുന്ന തന്നെയല്ലേ. ഡെമോക്രാറ്റിക്, പാർലമെന്ററി ഡെമോക്രാസി, elected representative, universal adult franchise, political, social, economical democracy, അല്ല. ജനാധിപത്യം, പാർലമെന്ററി ഡെമോക്രസി. പാർലമെന്ററിയെ കുറിച്ച് നമ്മൾ ഇന്നലത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു, അല്ലെ. ഡെമോക്രസി. റിപ്പബ്ലിക്, റിപ്പബ്ലിക് എന്ന് പറയാൻ കാരണം നമ്മുടെ ഹെഡ് ഈസ് ഇലക്ടഡ്, അല്ലെ. ഇലക്ടഡ് ഹെഡ് ആണ്, അല്ലാതെ ഹെറിഡിറ്ററി അല്ല, അല്ലെ. UK ഒന്നും പോലെ ഹെറിഡിറ്ററി അല്ല, നമ്മുടെ ഇലക്ടഡ് ആണ്. അതുകൊണ്ട് തന്നെ നമ്മൾ ഇലക്ടഡ് ആണ്, അല്ലെ. ദ ഹെഡ്
ഈസ് ടു ബി ഇലക്ടഡ് ബൈ ദ പീപ്പിൾ. അല്ല, ഇലക്ടഡ് ബൈ ദ പീപ്പിൾ എന്ന് പറയാൻ പറ്റില്ല. ഹെഡ് ഈസ് ഓൾവേസ് ഇലക്ടഡ് അല്ലേ? പ്രസിഡന്റിനെ നമ്മളെ പീപ്പിൾ ഡയറക്റ്റ് ആയിട്ട് ഇലക്ട് ചെയ്യുന്നില്ലല്ലോ. സോ നേച്ചർ ഓഫ് ദി ഇന്ത്യൻ സ്റ്റേറ്റ്. പിന്നീടുള്ള ടേമാണ് ജസ്റ്റിസ് അല്ലെ? ജസ്റ്റിസ്, സ്വാതന്ത്ര്യം, സിമ്പിൾ ആണ്. സോഷ്യൽ, എക്കണോമിക്കൽ ആൻഡ് പൊളിറ്റിക്കൽ. സോഷ്യൽ, റിമൂവൽ ഓഫ് സോഷ്യോ എക്കണോമിക്കൽ ഇൻഇക്വാലിറ്റീസ്, ഫെയർ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് വെൽത്ത് ആൻഡ് റിസോഴ്സസ്, ഈക്വൽ പൊളിറ്റിക്കൽ റൈറ്റ്സ് ആൻഡ് പാർട്ടിസിപ്പേഷൻ. ജസ്റ്റിസ് അല്ലെ? ജസ്റ്റിസിന് ശേഷം ലിബർട്ടി. സോറി, ലിബർട്ടി ആണ് കേട്ടോ സ്വാതന്ത്ര്യം കേട്ടോ. ലിബർട്ടി ആണ് സ്വാതന്ത്ര്യം. ജസ്റ്റിസ് നീതിയാണല്ലോ, നീതി അല്ലെ? ഫ്രീഡം ഓഫ് തോട്ട്, ഫ്രീഡം ഓഫ് എക്സ്പ്രഷൻ, ഫ്രീഡം ഓഫ് ബിലീഫ്, ഫ്രീഡം ഓഫ് ഫെയ്ത്ത് അല്ലെ? ആൻഡ് വർഷിപ്പ്. It is not absolute. It is subjected to some reasonable restrictions. The ideal of liberty, equality and fraternity is taken from dash. ഏത് രാജ്യത്തിൽ നിന്നാണ് നമ്മൾ കടമെടുത്തിട്ടുള്ളത്? The liberty, equality, fraternity. Yes, ഫ്രാൻസ് ആണ്. ഫ്രാൻസ് അല്ലെ? ഫ്രാൻസിൽ നിന്നാണ് നമ്മൾ കടമെടുത്തിട്ടുള്ളത്. The next one is equality, absence of privileges or discrimination, equal status and opportunity for all. Fraternity, promote spirit of brotherhood, ensures dignity of the individual as well as the unity and integrity of the nation. Okay, so at least ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ ഓർത്തിരിക്കുക. ഇമ്പോർട്ടന്റ് ആണ്. ഇമ്പോർട്ടന്റ് എന്താണ്? പ്രിയാമ്പിളിലുള്ള ഓരോരോ വാക്കുകളും ഇമ്പോർട്ടന്റ് ആണ്. ഇതിൽ ഏത് വാക്ക് ഉൾപ്പെടുത്തിയിട്ടില്ല, ഏത് വാക്ക് ഉൾപ്പെടുത്തി എന്നൊക്കെ പറഞ്ഞ് ക്വസ്റ്റ്യൻസ് ചോദിച്ചു കഴിഞ്ഞാൽ അത് ഡിഫിക്കൽട്ട് ക്വസ്റ്റ്യൻ ആവും. പക്ഷെ നിങ്ങൾ ഈ പ്രിയാമ്പിൾ കാണപ്പെടാൻ പഠിച്ചു കഴിഞ്ഞാൽ അത് സിമ്പിൾ ക്വസ്റ്റ്യൻ ആവും. പിന്നെ ഇതിൽ പറഞ്ഞിട്ടുള്ള ഓരോരോ കാര്യത്തിന്റെയും ഒരു കോൺസെപ്റ്റ് ജസ്റ്റ് ഒന്ന് ക്ലിയർ ആക്കി വെക്കുക. എന്താണ് ഈ പറഞ്ഞ പോലെ റിപ്പബ്ലിക് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്, എന്താണ് സെക്യുലറിസം എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്, സൊവേറിയൻ, റിപ്പബ്ലിക്, അങ്ങനെയുള്ള കാര്യങ്ങൾ ജസ്റ്റ് ഒന്ന് ഓർത്തിരുന്നാൽ മതി പ്രിയാമ്പിളുമായി ബന്ധപ്പെട്ട്. ഓക്കെ, പിന്നീട് നമുക്കറിയാം പ്രിയാമ്പിളുമായി ബന്ധപ്പെട്ട് പ്രിയാമ്പിൾ ഭരണഘടനയുടെ ഭാഗമാണോ അല്ലയോ എന്നൊക്കെ സുപ്രീം കോടതിയിൽ കേസ് വന്നിട്ടുണ്ടായിരുന്നു. സോ ബറൂബറിയൻ കേസ് 1960 സുപ്രീം കോടതി ആദ്യമായി പറയുന്നത് ഈ പറഞ്ഞ പോലെ നമ്മുടെ പ്രിയാമ്പിള് ഭരണഘടനയുടെ ഒരു ഇന്റഗ്രൽ പാർട്ട് അല്ല എന്ന് പറയുന്നുണ്ട് അല്ലെ? ഇറ്റ് ഈസ് നോട്ട് ദ പാർട്ട് ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ. പിന്നീട് കേശവാനന്ദ ഭാരതീയ കേസ് 1973 വന്ന സമയത്ത് സുപ്രീം കോടതി തിരുത്തി പറയുന്നുണ്ട് പ്രിയാമ്പിൾ ഇസ് എ പാർട്ട് ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ and can be used to ambiguous areas അല്ലെ? ഭരണഘടനയുടെ ഒരു ഭാഗമാണെന്ന് പറയുന്നുണ്ട്. പിന്നീട് LIC കേസിലൊക്കെ സുപ്രീം കോടതി വീണ്ടും അത് റീഅഫേം ചെയ്യുന്നുണ്ട് അല്ലെ? സോ ചോദിക്കും എക്സാമിന്, ഏത് കേസിലാണ് സുപ്രീം കോടതി പ്രിയാമ്പിൾ ഒരു ഭാഗമല്ല എന്ന് പറഞ്ഞത്? അത് ബറൂബറിയൻ കേസിലാണ്. പിന്നീട് വന്നിട്ടുള്ള എല്ലാ കേസുകളിലും സുപ്രീം കോടതി പറയുന്നുണ്ട് പ്രിയാമ്പിൾ ഒരു ഇന്റഗ്രൽ ഭാഗമാണെന്ന്. അതും ജസ്റ്റ് ഒന്ന് ഓർത്തിരിക്കുക. അതേപോലെ തന്നെ അമെൻഡബിലിറ്റി ഓഫ് ദ പ്രിയാമ്പിൾ അല്ല? അമെൻഡബിലിറ്റി. പ്രിയാമ്പിൾ എത്ര തവണയാണ് അമെൻഡ് ചെയ്തിട്ടുള്ളത്? പ്രിയാമ്പിൾ എത്ര തവണയാണ് അമെൻഡ് ചെയ്തിട്ടുള്ളത്? യെസ്, ഓൺലി വൺ ടൈം. ഒറ്റ തവണയെ പ്രിയാമ്പിൾ അമെൻഡ് ചെയ്തിട്ടുള്ളൂ. ആൻഡ് വി നോ ദാറ്റ് ആ അമെൻഡിലൂടെയാണ് അല്ലെ സോഷ്യലിസ്റ്റ്, സെക്യുലർ ആൻഡ് ഇന്റഗ്രിറ്റി എന്നുള്ള വാക്ക് ഏഡ് ചെയ്തത് ഇൻ 42nd അമെൻമെന്റ് ആക്ട് അല്ലെ? ഏത് അമെൻമെന്റ് ആണ്? 42nd അമെൻമെന്റ് ആക്ട് ആണ്. യെസ്, സിമ്പിൾ ആണ് അല്ലെ? പ്രിയമ്പിൾ ജസ്റ്റിഷ്യബിൾ ആണോ അല്ലയോ? ജസ്റ്റിഷ്യബിൾ ആണോ അല്ലയോ? യെസ് ഓർ നോ? ജസ്റ്റിഷ്യബിൾ ആണോ അല്ലയോ? യെസ് ഓർ നോ? നിങ്ങൾ റീഡ് ചെയ്ത കാര്യങ്ങൾ തലയിൽ നിന്ന് പുറത്തേക്ക് വരട്ടെ. യെസ് അല്ലെ? എന്താണ് ജസ്റ്റിഷ്യബിൾ? ജസ്റ്റിഷ്യബിൾ എന്ന് പറഞ്ഞാൽ എന്താണ്? ജസ്റ്റിഷ്യബിൾ അല്ല? അല്ല, ജസ്റ്റിഷ്യബിൾ അല്ല. നോ അല്ലെ? യെസ്. കോടതിയിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് നിങ്ങൾക്ക് അറിയാം. യെസ്, ഗുഡ്. കോടതിയിൽ പോയാൽ നേടിയെടുക്കാൻ സാധിക്കില്ല അല്ലെ? ഫണ്ടമെന്റൽ റൈറ്റ് പോലെയൊന്നും അല്ല. ഫണ്ടമെന്റൽ റൈറ്റ് ജസ്റ്റിഷ്യബിൾ ആണ് അല്ലെ? ഇറ്റ് ഈസ് എൻഫോഴ്സിബിൾ. പക്ഷെ ഇവിടെ
ജസ്റ്റിഷ്യബിൾ അല്ല, നോൺ ജസ്റ്റിഷ്യബിൾ ആണ്, നോട്ട് എൻഫോഴ്സിബിൾ ആണ്. ആ കാര്യം ജസ്റ്റ് ഒന്ന് ഓർത്തിരിക്കുക അല്ലേ. ആൻഡ് ഫണ്ടമെന്റൽ റൈറ്റ്, റീസണബിൾ ഡെസ്റ്റിഷൻ. നമുക്ക് അടുത്ത PDF അത് പറയാം. കേശവാനന്ദ ഭാരതിയ കേസിലാണ് സുപ്രീം കോടതി പറയുന്നത് പ്രിയമ്പിൾ ക്യാൻ ബി അമെൻഡഡ് ബട്ട് ബേസിക് സ്ട്രക്ചർ കാനോട്ട് ബി അമെൻഡ് അല്ലെ. അതായത് പാർലമെന്റ് ക്യാൻ അമെൻഡ് ദ പ്രിയാമ്പിൾ അണ്ടർ ആർട്ടിക്കിൾ, ഇതൊക്കെ ഈ വരിയൊക്കെ നിങ്ങൾ കാണാപ്പെടും പഠിക്കാം, അണ്ടർ ആർട്ടിക്കിൾ 368. ശരിയല്ലേ? 368 ആണോ 368 ആണോ ആർട്ടിക്കിള്? ശരിയാണോ? യെസ്. ബട്ട് കാണ്ട് അല്ലെ ഡിസ്ട്രോയ് ബേസിക് സ്ട്രക്ചർ അല്ലെ. ബേസിക് സ്ട്രക്ചർ ഡിസ്ട്രോയ് ചെയ്യാൻ പറ്റില്ല, പക്ഷെ പാർലമെന്റിന് അമെൻഡ് ചെയ്യാൻ സാധിക്കും അണ്ടർ ആർട്ടിക്കിൾ 368. യെസ്. ഇന്നത്തെ ടെസ്റ്റ് സീരീസിലെ ക്വസ്റ്റ്യൻ ആണ് അല്ലെ, പ്രിയാമ്പിളുമായി ബന്ധപ്പെട്ട്. അതിന്റെ ഉത്തരം പറയാൻ പറ്റുമോ? തേർഡ് സ്റ്റേറ്റ്മെന്റ്, കൺസിഡർ ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ് വിത്ത് റെഫറൻസ് ടു ദ പ്രിയാമ്പിൾ ഓഫ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ. ബി, ഇത് എക്സ്പ്ലെയിൻ ചെയ്യാവോ? ജിനു. BYQ പറഞ്ഞിട്ടുണ്ടല്ലേ, അത് എക്സ്പ്ലെയിൻ ചെയ്യാം കേട്ടോ. ഈ ഒരു സ്ലൈഡും കൂടി ഒന്ന് തീർത്തിക്കോട്ടെ. രണ്ട് കാര്യം കൂടി നിങ്ങൾ നോട്ട് ചെയ്യുക. ദ പ്രിയാമ്പിൾ ഇമ്പോർട്ടന്റ് ആണ്. ദ പ്രിയാമ്പിൾ ഈസ് നെയ്തർ എ സോഴ്സ് ഓഫ് പവർ ടു ലെജിസ്ലേറ്റർ nor a prohibition, മോസിനകത്ത് പറയാം, prohibition upon the powers of legislation. ഈ വരി ഓർത്തിരിക്കുക അല്ലെ. പ്രിയാമ്പിൾ ഇസ് നെയ്തർ എ സോഴ്സ് ഓഫ് പവർ ടു ലെജിസ്ലേറ്റർ അല്ലെ, നെയ്തർ എ പവർ ടു സോഴ്സ് ടു ലെജിസ്ലേറ്റർ നോർ എ പ്രോഹിബിഷൻ അപ്പോൺ ദ പവർ ഓഫ് ലെജിസ്ലേറ്റർ അല്ലെ. ലെജിസ്ലേറ്ററിന്റെ പവർ എടുത്തു കളയുന്നില്ല, എന്തെങ്കിലും സ്പെഷ്യൽ ആയിട്ട് പവർ കൊടുക്കുന്നുമില്ല. രണ്ടാമത്തെ കാര്യം നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്താണ്, ഇറ്റ് ഈസ് നോട്ട് ജസ്റ്റിഷ്യബിൾ അല്ലെ. നോട്ട് ജസ്റ്റിഷ്യബിൾ, കോടതിയിൽ പോയി നമുക്ക് വാദിച്ച് ജയിക്കാൻ സാധിക്കില്ല അല്ലെ. ദാറ്റ് ഈസ് ദ പ്രൊവിഷൻസ് ആർ നോട്ട് എൻഫോഴ്സിബിൾ ഇൻ ദി കോടതി അല്ലെ, നോട്ട് എൻഫോഴ്സിബിൾ ഇൻ ദ കോർട്ട് അല്ലെ, നോൺ ജസ്റ്റിഷ്യബിൾ ആണ്. ഈ രണ്ട് കാര്യവും ഒന്ന് ഓർത്തിരിക്കുക. റൈറ്റ്. ഇനി ആ ക്വസ്റ്റ്യൻ നോക്കിയേ. പിന്നീട് വേർഡിറ്റുകൾ ഓൾറെഡി നമ്മൾ ഡിസ്കസ് ചെയ്താണ് കേട്ടോ. LIC കേസ്, ബെറൂബറിയൻ കേസ്, കാര്യങ്ങൾ. സിഗ്നിഫിക്കൻസ് ഓഫ് ദ പ്രിയാമ്പിൾ, റിഫ്ലക്ട് ദ ഫിലോസഫി ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ, ആക്ട് ആസ് എ ഗൈഡിംഗ് ലൈറ്റ് ഫോർ കോൺസ്റ്റിറ്റ്യൂഷണൽ ഇന്റർപ്രിട്ടേഷൻ, ഡിക്ലെയർസ് ദ ഒബ്ജക്റ്റീവ് ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ, ഹെൽപ്സ് ഇൻ അണ്ടർസ്റ്റാൻഡിംഗ് ദ ഇന്റന്റ് ഓഫ് ഫ്രെയിമേഴ്സ്. ഓക്കെ, ഈ PDF വെച്ചിട്ട് നമ്മൾ ഇത്രയും നേരം പഠിച്ചത് വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഈ ക്വസ്റ്റ്യൻ ഒന്ന് സോൾവ് ചെയ്യാൻ നോക്കാം. തേർഡ് ക്വസ്റ്റ്യൻ എല്ലാവരും ഒന്ന് നോക്കിയേ. തേർഡ് ക്വസ്റ്റ്യൻ, ഓപ്ഷൻ A, ഓപ്ഷൻ B, ഓപ്ഷൻ C, ഓപ്ഷൻ D, 1 and 3, 2 and 3, 2 and 4, 1 and 4. ഓക്കെ, ഇതിൽ തെറ്റായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് കണ്ടെത്തുക, എലിമിനേറ്റ് ചെയ്യുക അല്ലെ. സോ ഒരു 2 മിനിറ്റ്സ് അല്ല, ഒരു 1 മിനിറ്റ് നിങ്ങൾ ഉത്തരം പറ. ഫസ്റ്റ് നിങ്ങളൊന്ന് ഉത്തരം പറ, എത്ര പേര് ശരിയാക്കുന്നുണ്ടെന്ന് നോക്കാം. യെസ്, ബി എന്ന് പറയുന്നുണ്ട് അല്ലെ, ബി എന്ന് പറയുന്നുണ്ട്. ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് നോക്കൂ നിങ്ങൾ. പ്രിയാമ്പിൾ, ഇറ്റ് ഈസ് എ സോഴ്സ് ഓഫ് പവർ
ഫോർ ദ ലെജിസ്ലേറ്റർ ആൻഡ് ദ എക്സിക്യൂട്ടീവ്. നമ്മൾ ഇപ്പം പഠിച്ചിട്ടേ ഉള്ളൂ അല്ലെ. പ്രിയാമ്പിള് ഈസ് നെയ്തർ എ സോഴ്സ്, നെയ്തർ എ പവർ ഓഫ് സോഴ്സ് ടു ദ ലെജിസ്ലേറ്റർ നോർ ദ പ്രോഹിബിഷൻ അല്ലെ. ഒരു പവർ കൊടുക്കുന്നില്ല, ഒരു പവർ എടുത്ത് കളയുന്നില്ല. സോ ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് തെറ്റാണ് അല്ലെ. നമ്മൾ പഠിച്ചു വെച്ചിട്ട് ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് തെറ്റാണ്. സോ യു ക്യാൻ എലിമിനേറ്റ് എ ആൻഡ് ഡി അല്ലെ. ബിഒ സിഒ ആണ് ആൻസർ. രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ് എന്തായാലും ശരിയാവും അല്ലെ. സോ മൂന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് നാലാമത്തെ സ്റ്റേറ്റ്മെന്റ് രണ്ടിൽ ഏതോ ഒന്ന് തെറ്റാണ്, ഏതോ ഒന്ന് ശരിയാണ്. ബി എന്ന് പറയുന്നുണ്ട്. സിമ്പിൾ ആണല്ലേ ഈ ക്വസ്റ്റ്യൻ ഒന്ന് ആലോചിച്ച് നോക്കിയല്ലേ. ഫോർത്ത് സ്റ്റേറ്റ്മെന്റ് നിങ്ങൾ നോക്കിയേ. ഇറ്റ് ഷാൽ ബി എൻഫോഴ്സിബിൾ ബൈ ദ കോർട്സ് ഇൻ ഇന്ത്യ. തെറ്റല്ലേ. ഇറ്റ് ഷാൽ നോട്ട് ബി എൻഫോഴ്സിബിൾ അല്ലെ. കോടതിയിൽ പോയി നമുക്ക് വാദിച്ച് ജയിക്കാൻ സാധിക്കില്ല. ലൈക്ക് ഫണ്ടമെന്റൽ റൈറ്റ് അല്ലെ. നമ്മൾ ഈ പഠിച്ചു വെച്ചിട്ട് തന്നെ നമുക്കിത് വളരെ എളുപ്പത്തിൽ സോൾവ് ചെയ്യാൻ പറ്റും. കാണുമ്പോൾ ഭയങ്കര ഡിഫിക്കൽട്ടി ക്വസ്റ്റൻ ആണെന്ന് തോന്നിക്കഴിഞ്ഞാൽ വളരെ സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റൻ ആണ്. തേർഡ് സ്റ്റേറ്റ്മെന്റ് എന്തായാലും ശരിയാവും അല്ലെ. ഇറ്റ് ഹാസ് നോ ലീഗൽ എഫക്ട് ഇൻഡിപെൻഡന്റ്ലി ഓഫ് അതർ പാർട്ട് ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ. ഓട്ടോമാറ്റിക്കലി നമുക്ക് ഫോർത്ത് സ്റ്റേറ്റ്മെന്റ് റോങ് ആവുന്ന സമയത്ത് ബി ആയിരിക്കും ഉത്തരത്തിലേക്ക് എത്തുക. സോ ബി ഈസ് ദി ആൻസർ അല്ലെ. പ്രിയാമ്പിളിന്റെ ഇന്ന് രാവിലെ നമ്മുടെ ലാഫോസ ചാനലിൽ നടന്നിട്ടുള്ള പ്രിലിംസ് ടെസ്റ്റ് സീരീസിന്റെ ക്വസ്റ്റ്യൻ ആണ് ഈ ക്വസ്റ്റ്യൻ. ഓക്കെ. സ്റ്റേറ്റ്മെന്റ് 2 ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാമോ? സ്റ്റേറ്റ്മെന്റ് 2 it can be used by the judiciary for a legal interpretation of the constitution. ശരിയല്ലേ. അതായത് കോടതിക്ക് ഒരു കേസ് അല്ലെ, അതായത് ലീഗൽ ഇന്റർപ്രിട്ടേഷൻസിന് ഈ പറഞ്ഞിട്ടുള്ള പ്രിയാമ്പിൾ യൂസ് ചെയ്യാം. ഓക്കെ, അത് ശരിയാണ് കേട്ടോ. ആ സ്റ്റേറ്റ്മെന്റ് നമ്മൾ എവിടെയോ അത് സംസാരിച്ചിട്ടുണ്ട്, എവിടെയോ ഇത് പറഞ്ഞിട്ടുണ്ട്. ഈ ഒരു പോയിന്റ് അല്ല, ഏതോ സ്ഥലത്ത് ഞാൻ പറഞ്ഞിട്ടുണ്ട്. നോക്കൂ, സിഗ്നിഫിക്കൻസ് നോക്കൂ. ആക്ട്സ് ആസ് എ ഗൈഡിംഗ് ലൈറ്റ് ഫോർ ജുഡീഷ്യൽ അല്ലെ കോൺസ്റ്റിറ്റ്യൂഷണൽ ഇന്റർപ്രിട്ടേഷൻ, വിച്ച് മീൻസ് ജുഡീഷ്യൽ ഇന്റർപ്രിട്ടേഷൻസ് അല്ലെ. അപ്പൊ ഇങ്ങനെയാണ് നമ്മൾ പഠിച്ച കാര്യങ്ങൾ നമുക്ക് എങ്ങനെ ഇംപ്ലിമെന്റ് ചെയ്യാൻ പറ്റുന്നു, അവിടെയാണ് കാര്യം. ജുഡീഷ്യറിക്ക് ഈ പറഞ്ഞ പോലെ പ്രിയാമ്പിളിന് ഒരു ലീഗൽ ഇന്റർപ്രിട്ടേഷൻ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റും കേട്ടോ. അപ്പൊ ആ സ്റ്റേറ്റ്മെന്റ് ശരിയാണ്. സ്റ്റേറ്റ്മെന്റ് 3 അല്ലെ, നമ്മളൊന്ന് ആലോചിച്ച് നോക്കൂ. സ്റ്റേറ്റ്മെന്റ് 3 എന്താ പറയുന്നത്? ഇറ്റ് ഹാസ് നോ ലീഗൽ എഫക്ട് ഇൻഡിപെൻഡന്റ്ലി ഓഫ് അതർ പാർട്ട് ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ. ശരിയല്ലേ അല്ലെ. ഇറ്റ് ഈസ് ട്രൂ. Second statement. Second or third statement? Yes, third statement. Preamble has no legal effect. എന്ത് ലീഗൽ എഫക്ട്? എന്തുമായിട്ട്? ഇൻഡിപെൻഡന്റ്ലി അല്ലെ ഓഫ് അതർ പാർട്സ് അല്ലെ, അതർ പാർട്സ് ഓഫ് ദി കോൺസ്റ്റിറ്റ്യൂഷൻ അല്ലെ. പ്രിയാമ്പിൾ ജസ്റ്റ് സെർവ് ആസ് ആൻ ഐഡന്റിറ്റി കാർഡ് അല്ലെ, ഐഡന്റിറ്റി കാർഡ് അല്ലെങ്കിൽ ഒരു ഇൻട്രൊഡക്ഷൻ പാർട്ട് ഓഫ് ദി കോൺസ്റ്റിറ്റ്യൂഷൻ അല്ലെ. കറക്റ്റ് അല്ലേ? അങ്ങനെയാണെങ്കിൽ പ്രിയാമ്പിളിൽ തന്നെ പറയില്ലേ ഇറ്റ് ഹാസ് എ ലീഗൽ എഫക്ട് ഓൺ ഓൾ അതർ പാർട്സ് ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയില്ലേ? അത് സ്റ്റേറ്റ്മെന്റ് തെറ്റാണ്. പ്രിയാമ്പിൾ ഹാസ് നോ ലീഗൽ എഫക്ട് ഇൻഡിപെൻഡന്റ്ലി ഓഫ് അതർ പാർട്സ് ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ. പ്രിയാമ്പിൾ എന്ന് പറഞ്ഞാൽ ഒരു ഐഡന്റിറ്റി അല്ലെങ്കിൽ ഒരു ഇൻട്രൊഡക്ഷൻ ആണ് ടു ദ കോൺസ്റ്റിറ്റ്യൂഷൻ, ടു ദ ഹോൾ കോൺസ്റ്റിറ്റ്യൂഷൻ അല്ലെ. സോ വി ഹാവ് ടു യൂസ് അവർ ബ്രെയിൻ. നമ്മളെ ബ്രെയിൻ യൂസ് ചെയ്തിട്ട് ഉത്തരത്തിലേക്ക് എത്തുക, നമ്മൾ പഠിച്ചത് വെച്ചിട്ട്. ക്ലിയർ അല്ലേ? ലീഗൽ വാല്യൂ ഇല്ല. ലീഗൽ വാല്യൂ ഇല്ല എന്ന് ഉദ്ദേശിക്കുന്നത് ഭരണഘടനയുടെ ബാക്കിയുള്ള ഭാഗങ്ങളുമായി
ബാക്കിയുള്ള ഭാഗങ്ങൾ എന്ന് പറയുമ്പോൾ ഫണ്ടമെന്റൽ റൈറ്റ്, എക്സാമ്പിൾ ഫണ്ടമെന്റൽ റൈറ്റ്, ഫണ്ടമെന്റൽ ഡ്യൂട്ടീസ്, DPSP, ബാക്കിയുള്ള ഭാഗങ്ങളുമായി വെക്കുന്ന സമയത്ത് ഓക്കെ. അല്ലാതെ കോടതിയിൽ കേസ് നടത്തുമ്പോഴല്ല, ആ ടേമുകൾ വ്യത്യാസമുണ്ട്, അത് മനസ്സിലാക്കുക. ജുഡീഷ്യൽ ഇന്റർപ്രിട്ടേഷൻസിന് അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ കോടതിയിൽ ഒരു കേസ് വരുന്ന സമയത്ത് പ്രിയാമ്പിൾ വെച്ച് ഇറ്റ് വിൽ ഹെൽപ്പ് ഫോർ ജുഡീഷ്യൽ ഇന്റർപ്രിട്ടേഷൻസ്. രണ്ടും കൂടി കോംപ്ലിക്കേറ്റ് ചെയ്യാൻ പാടില്ല കേട്ടോ. ആ കോൺസെപ്റ്റ് കറക്റ്റ് ആയിട്ട് മനസ്സിലാക്കുക. നോ ലീഗൽ എഫക്ട്, നോട്ട് ജസ്റ്റിഷ്യബിൾ ഈക്വൽ അല്ലല്ലോ. അല്ലല്ല, രണ്ടും രണ്ടാണ്. ഇവിടെ നമ്മളോട് ചോദിച്ചിരിക്കുന്നത് എന്താണ്? ഇറ്റ് ഹാസ് നോ ലീഗൽ എഫക്ട് ഇൻഡിപെൻഡന്റ്ലി ഓഫ് അതർ പാർട്സ് ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ. ഇവിടെ നമ്മുടെ ഭരണഘടനയുടെ ബാക്കിയുള്ള ഭാഗങ്ങളുമായി വെച്ച് നോക്കുന്ന സമയത്താണ് ചോദിച്ചേക്കുന്നത്. ആ കോൺസെപ്റ്റ് കറക്റ്റ് ആയിട്ട് മനസ്സിലാക്കുക. ഭരണഘടനയുടെ ബാക്കിയുള്ള ഭാഗങ്ങളുമായിട്ടാണ് ചോദിച്ചേക്കുന്നത്. ജസ്റ്റിഷ്യബിൾ എന്ന് പറഞ്ഞാൽ കോടതിയിൽ നമുക്ക് വാദിക്കാൻ അല്ലെങ്കിൽ കേസ് കൊടുക്കാൻ അല്ലെങ്കിൽ ആ രീതിയിൽ അല്ലെ. ഫണ്ടമെന്റൽ റൈറ്റ് ജസ്റ്റിഷ്യബിൾ ആണ് അല്ലെ. നമുക്ക് കോടതിയിൽ പോയി കഴിഞ്ഞാൽ നമുക്കത് ജയിച്ചെടുക്കാൻ പറ്റും, അത് ഹാനിച്ചു കഴിഞ്ഞാൽ. ഓരോരോ ടേമുകളും ഡിഫറെന്റ് ആണ്, എല്ലാം കൂടി കോംപ്ലിക്കേറ്റ് ചെയ്യാൻ പാടില്ല. അല്ല, പ്രിയമ്പിൾ ജസ്റ്റിഷ്യബിൾ അല്ല. അതാണ് പറഞ്ഞത്, പ്രിയമ്പിൾ ജസ്റ്റിഷ്യബിൾ അല്ല. അതെല്ലാം നമ്മൾ ഇത്ര നേരം പറഞ്ഞോണ്ടിരുന്നത്. പ്രിയമ്പിൾ ജസ്റ്റിഷ്യബിൾ അല്ല. നമ്മള് ബോക്സ് വരച്ചിട്ട് നോ ആണ്. അതേപോലെ തന്നെ ബാക്കിയുള്ള ഭാഗങ്ങളുമായി വെച്ച് നോക്കുന്ന സമയത്ത് പ്രിയമ്പിൾ ഹാസ് നോ ലീഗൽ എഫക്ട് അല്ലെ. ബാക്കിയുള്ള ഭരണഘടനയുടെ ഭാഗങ്ങളാൽ വെച്ച് നോക്കുമ്പോൾ നോ ലീഗൽ എഫക്ട്, അതാണ് അവിടെ പറയുന്നത്. ഓക്കെ, സോ ക്ലിയർ അല്ലേ? സോ സിഗ്നിഫിക്കൻസ് നോക്കി വെക്കുക. സോ ഇത്രയും കാര്യങ്ങൾ പറഞ്ഞ് ക്ലിയർ അല്ലേ? എന്തെങ്കിലും സംശയം ഉണ്ടോ? പ്രിയമ്പിളുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും സംശയം ഉണ്ടോ? അങ്ങനെ സെക്കൻഡ് സ്റ്റേറ്റ്മെന്റിൽ ഇപ്പൊ പറഞ്ഞ കാര്യം ഉണ്ടല്ലോ, ഇറ്റ് ഹാസ് നോ ലീഗൽ എഫക്ട് ഇൻഡിപെൻഡന്റ്ലി ഓഫ് അതർ പാർട്സ് ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ. അങ്ങനെ ലീഗൽ എഫക്ട് ഉണ്ടെങ്കിൽ നമ്മളത് പഠിച്ചിരിക്കും അല്ലെ. നമ്മൾ പ്രിയാമ്പിളുമായി ബന്ധപ്പെട്ട് പഠിക്കുമ്പോൾ നമ്മളത് പഠിക്കും. പ്രിയാമ്പിളിന് ബാക്കിയുള്ള ഭാഗങ്ങളുമായി, ഭരണഘടനയുടെ ഭാഗങ്ങളുമായി ലീഗൽ എഫക്ട് ഉണ്ട് എന്നുള്ളത്. യഥാർത്ഥത്തിൽ ഇല്ല. പ്രിയാമ്പിൾ എന്ന് പറഞ്ഞാൽ ഒരു ജസ്റ്റ് ഒരു ഇൻട്രൊഡക്ഷൻ ആണ്, അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ ഒരു പ്രിഫേസ് ടു ദ കോൺസ്റ്റിറ്റ്യൂഷൻ. It has no legal effect while comparing with the other parts of the constitution. യെസ്, അതാണ് പറഞ്ഞത്. ഭരണഘടനയുടെ ബാക്കിയുള്ള ഭാഗങ്ങളുമായി പ്രിയാമ്പിളിന് ദർ ഇസ് നോ ലീഗൽ എഫക്ട്, നിയമസാധുത ഇല്ല എന്നാണ് പറഞ്ഞത്. ലീഗൽ എഫക്ട്, റൈറ്റ്. അതാണ് ക്വസ്റ്റ്യനിൽ ചോദിച്ചേക്കുന്നത്. ഇൻഫാക്ട് ആ ഒരു സ്റ്റേറ്റ്മെന്റ് അറിയില്ലെങ്കിലും നമുക്ക് തരത്തിലേക്ക് എത്താൻ പറ്റും. സോ ഒന്നുകൂടി ഞാൻ സമ്മറൈസ് ചെയ്യാണ്. പ്രിയാമ്പിളില് നിങ്ങൾ പഠിക്കേണ്ട കാര്യം, യെസ്, ഇന്റർപ്രിട്ടേഷൻസിൽ ഉപയോഗിക്കാം, കോടതിയിൽ ഇന്റർപ്രിട്ടേഷൻസിന് ഉപയോഗിക്കും അല്ലെ. ജുഡീഷ്യറി ഇവിടെ പറയുന്ന ആരൊക്കെയാണ്? സുപ്രീം കോടതി, ഹൈക്കോടതി അല്ലെ. ജുഡീഷ്യറി, ഹൈക്കോർട്ട്. ബേസിക് സ്ട്രക്ചർ ഒരു ക്ലാസ് എടുക്കാം. ബേസിക് സ്ട്രക്ചറിൽ നമുക്ക് പഠിക്കാനുള്ളത് കുറെ കേസും അതെങ്ങനെയാണ് ബേസിക് സ്ട്രക്ചറിലേക്ക് വരുന്നതെന്നും പിന്നെ കുറെ കാര്യങ്ങളും കണ്ടമാനം പോയിന്റുകളാണുള്ളത്. സുപ്രീം കോടതി പറയുന്നത് ബേസിക് സ്ട്രക്ചർ. ഇപ്പം പറഞ്ഞ കാര്യം ഒന്നുകൂടി ഞാൻ പറയാം. ബേസിക് സ്ട്രക്ചർ നമുക്ക് ക്ലാസ് എടുക്കാം. പ്രിയാമ്പിള് ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കി നോക്കുക എന്താന്നുള്ളത്. പ്രിയാമ്പിള് കാണാപ്പാടം പഠിക്കുക, ഡേറ്റുകൾ ഓർത്തിരിക്കുക. അതേപോലെ തന്നെ പ്രിയാമ്പിളിലെ കീ ടേംസുകൾ ജസ്റ്റ് എക്സാം പെർസ്പെക്റ്റീവിന് 1-2 വരികളായിട്ട് നിങ്ങളൊന്ന്
ഓർത്തിരിക്കുക. ഓക്കെ, ചോദിക്കാം വാട്ട് ആർ ദ നേച്ചർ ഓഫ് ദി പ്രിയാമ്പിൾ ഓഫ് ദി ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ യു ക്യാൻ റൈറ്റ് ദിസ് പോയിന്റ്സ്. മെയിൻസ് പെർസ്പെക്ടീവിന് ഓരോ പോയിന്റുകളും എന്താണ് ഉദ്ദേശിക്കുന്നതെന്ന് കോൺസെപ്റ്റുകൾ മനസ്സിലാക്കി വെക്കുക. ഡെമോക്രസി, ഡിപ്ലോമസി ഡെമോക്രസി, റിപ്പബ്ലിക്, സെക്യുലർ, സോഷ്യലിസ്റ്റ്, ജസ്റ്റിസ്, ലിബർട്ടി, ഫ്രാറ്റർണിറ്റി അല്ല. പ്രിയാമ്പിളിനും അതിന്റെ അമെന്റ്മെന്റും അമെന്റ് ചെയ്യാൻ സാധിക്കുമോ, അമെന്റ് ചെയ്യാൻ സാധിക്കുമില്ല, അതുമായി റിലേറ്റഡ് ആയിട്ടുള്ള കേസസ്, ബറോബറിയൻ കേസ്, കേശവാനന്ദ കേസ്, LIC കേസ്, ആൻഡ് ദ സിഗ്നിഫിക്കൻസ് ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ അല്ല പ്രിയാമ്പിൾ, സിഗ്നിഫിക്കൻസ് ഓഫ് ദ പ്രിയാമ്പിൾ. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ ജസ്റ്റ് നിങ്ങൾ ഓർത്തിരിക്കുക. ബാക്കി ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാൽ ഇപ്പൊ നമ്മൾ ചെയ്ത പോലെ നമ്മുടെ നോളജ് യൂസ് ചെയ്തിട്ട് ആൻസറിലേക്ക് എത്തുക. അതാണ് നമ്മൾ ചെയ്യേണ്ടത്. ഓക്കെ, സോ പ്രിയാമ്പിൾ ഭാഗം ഇസ് ഓവർ. ഓൾറെഡി വീണ്ടും ഞാൻ റിപ്പീറ്റ് ചെയ്യാണ്. ലക്ഷ്മികാന്ത് ലക്ഷ്മികാന്ത് റീഡ് ചെയ്തതിന് ശേഷം മാത്രം ഈ PDF യൂസ് ചെയ്യുക. യൂസ് ദിസ് PDF ആസ് ദ റിവിഷൻ മെറ്റീരിയൽ. ഓക്കെ, സോ പ്രിയാമ്പിൾ അത്രയും കാര്യങ്ങളാണുള്ളത്. എഗെയിൻ ഒരു വലിയൊരു ചാപ്റ്റർ ആണ് ഫണ്ടമെന്റൽ റൈറ്റ്. ഓക്കെ, നമുക്ക് സ്പീഡിൽ ഒന്ന് റിവിഷൻ ചെയ്ത് പോകാം. ഓക്കെ, ഫണ്ടമെന്റൽ റൈറ്റിന്റെ ഏതൊക്കെ ഭാഗങ്ങളാണ് നിങ്ങൾ ഓർത്തിരിക്കേണ്ടത്, എന്തൊക്കെയാണ് ഇമ്പോർട്ടന്റ് എന്നുള്ള കാര്യം ഞാൻ വ്യക്തമായി പറഞ്ഞുതരാം. ഫണ്ടമെന്റൽ റൈറ്റ് ഷോർട്ട് നോട്ട് ആണ്. ഫണ്ടമെന്റൽ റൈറ്റ് അല്ലെ, ഫണ്ടമെന്റൽ റൈറ്റുകൾ. എത്ര പേര് ഫണ്ടമെന്റൽ റൈറ്റ് മുഴുവനായി പഠിച്ചു തീർത്തിട്ടുണ്ട്, അല്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് 1 ടൈം എങ്കിലും റീഡ് ചെയ്ത് തീർത്തിട്ടുണ്ട് ഈ ലൈവ് കാണുന്നവരില്? യെസ്, എന്തായാലും കുറച്ചു പേരെന്തായാലും റീഡ് ചെയ്തിട്ടുണ്ടാവും അല്ലെ? യെസ്, വൺ ടൈം റീഡ് ചെയ്തിട്ടുണ്ട് അല്ലെ? 1 ടൈം കുറച്ച് വായിച്ചു അല്ലെ? 1 ടൈം ഒക്കെ റീഡ് ചെയ്യുമ്പോ കംപ്ലീറ്റ് ആയില്ല സാർ, ഇന്ന് കൊണ്ട് കംപ്ലീറ്റ് ആകും. യെസ്, ഇന്ന് കൊണ്ട് കംപ്ലീറ്റ് ആക്കണം. ശരി, ഞാൻ കറക്റ്റ് പറഞ്ഞുതരാം എന്തൊക്കെ ഇവിടുന്നൊക്കെ പഠിക്കണം എന്നുള്ളത്. സോ നമുക്കറിയാം അല്ലെ, നമ്മുടെ പാർട്ട് 3 അല്ലേ, ഭരണഘടനയിൽ എത്ര പാർട്സുകളുണ്ട്, എത്ര പാർട്ടുകളുണ്ട്? ആ ബേസിക് കാര്യമൊക്കെ നിങ്ങൾക്ക് അറിയാലോ. എത്ര പാർട്സ്, എത്ര ഷെഡ്യൂൾസ്? അതിൽ പാർട്ട് 1 യൂണിയൻ ആൻഡ് ടെറിട്ടറി, പാർട്ട് 2 സിറ്റിസൺഷിപ്പ് അല്ലെ? നമുക്ക് കാണാപ്പാഠം. നിങ്ങൾ ഇതൊക്കെ ബേസിക്സ് ആയിട്ടുള്ള കാര്യമാണ്, ഇതൊക്കെ നിങ്ങൾക്ക് അറിയാമെന്ന് ഞാൻ വിചാരിക്കുന്നു, അറിയായിരിക്കും. പാർട്ട് 3 യെസ്, 25 പാർട്ട്. വെരി ഗുഡ്, റിയ സുൽത്താന കറക്റ്റ്. പാർട്ട് 3 അല്ലെ, ഫണ്ടമെന്റൽ റൈറ്റ്. ഇതാണ് ഈ ഫണ്ടമെന്റൽ റൈറ്റ് ആണ് നമ്മളിപ്പോ പഠിക്കാൻ പോകുന്നത്. പാർട്ട് 4 DPSP, പാർട്ട് 4A അല്ലെ, അമെന്റ് ചെയ്തു A, ഫണ്ടമെന്റൽ ഡ്യൂട്ടീസ്. പാർട്ട് 5 സെൻട്രൽ ഗവൺമെന്റ്. യെസ്, ഗുഡ്. പാർട്ട് 6, 7 അങ്ങനെയുള്ള പാർട്സുകൾ 25 പാർട്സുകൾ ഉണ്ട്. അതേപോലെ തന്നെ ഷെഡ്യൂൾസും ഉണ്ടല്ലേ, ഷെഡ്യൂൾസ് 12 ഷെഡ്യൂൾസ്. റിയ സുൽത്താന ടിയേഴ്സ് ഓഫ് ഓൾഡ് PM അല്ലെ, ടിയേഴ്സ് ഓഫ് ഓൾഡ് PM. ഈ കാര്യം അറിയാമെങ്കിൽ ഷെഡ്യൂളുകളും നമുക്ക് ഓർത്തിരിക്കാൻ പറ്റും അല്ലെ. എന്താണ് ഫസ്റ്റ് ഷെഡ്യൂൾ? എന്താണ്? T ടെറിട്ടറി. രണ്ടാമത്തെ ഷെഡ്യൂൾ എമോൾമെന്റ്സ് അല്ലെ. മൂന്നാമത്തെ എന്താണ്? അഫർമേഷൻ ആൻഡ് ഓത്ത്. നാലാമത്തേത് രാജ്യസഭ അല്ലെ, ഷെഡ്യൂൾഡ് കാസ്റ്റ്. PM പഞ്ചായത്ത്, മുനിസിപ്പാലിറ്റി അല്ലെ. ഈ ടിയേഴ്സ് ഓഫ് ഓൾഡ് PM എന്നുള്ള കാര്യം ഷെഡ്യൂളുകളും പാർട്സുകളും ഒക്കെ കറക്റ്റ് ആയിട്ട് ഓർത്തിരിക്കുക. പിന്നെ അതേപോലെ തന്നെ ഇമ്പോർട്ടന്റ് ആർട്ടിക്കിൾസും നമ്മൾ ഓർത്തിരിക്കണം. ഓക്കെ, ഫണ്ടമെന്റൽ റൈറ്റിന്റെ മുഴുവൻ ആർട്ടിക്കിൾസും നമ്മൾ ഓർത്തിരിക്കണം. കോൺസ്റ്റിറ്റ്യൂഷനിലെ എല്ലാ ആർട്ടിക്കിളും നമുക്ക് ഓർത്തിരിക്കാൻ പറ്റില്ല അല്ലെ, അത്രയും അതിന്റെ ആവശ്യവും ഇല്ല. ബട്ട് അറ്റ്ലീസ്റ്റ് കുറെ കാര്യങ്ങൾ നമ്മൾ ഓർത്തിരിക്കേണ്ടതായിട്ടുണ്ട്. ഓക്കെ, ഇമ്പോർട്ടന്റ് ആർട്ടിക്കിൾസ് ഒക്കെ ഉണ്ട്. അതിലെ ഒരു കാര്യമാണ് ഈ ഫണ്ടമെന്റൽ റൈറ്റുകൾ. സോ ഇറ്റ് ഈസ് ഇൻട്രസ്റ്റഡ് ഇൻ ദി പാർട്ട് 3 ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ. ആർട്ടിക്കിൾ 12 മുതൽ ആർട്ടിക്കിൾ 35 വരെയാണ് ഫണ്ടമെന്റൽ റൈറ്റിനെ കുറിച്ച് പ്രതിപാദിക്കുന്നത്.
ഫണ്ടമെന്റൽ റൈറ്റ് അല്ലെ, മൗലിക അവകാശങ്ങൾ. ഇറ്റ് ഈസ് ബോറോഡ് ഫ്രം ദ ബിൽ ഓഫ് റൈറ്റ്സ് ഓഫ് USA അല്ലെ. ഫണ്ടമെന്റൽ റൈറ്റ് ബോറോ ചെയ്തിട്ടുള്ളത് USA-യിൽ നിന്നാണ്. അങ്ങനെയാണെങ്കിൽ ഫണ്ടമെന്റൽ ഡ്യൂട്ടീസ് ബോറോ ചെയ്തിട്ടുള്ളത് ഏത് രാജ്യത്തു നിന്നാണ്? റഷ്യ. വെരി ഗുഡ്. അഞ്ജലി റിയ സുൽത്താന, റഷ്യ. അപ്പൊ DPSPയോ? യെസ്, അയർലാൻഡ്. വെരി ഗുഡ്. യെസ്, ഓക്കെ, വെരി ഗുഡ്. സുർമി, അശ്വതി, അഞ്ജലി, ഷാരു, BYQ. The aim is to ensure civil liberties and protect individuals from the arbitrary state action. അല്ലെ, സിമ്പിൾ. വാട്ട് ഈസ് ദി എയിം ഓഫ് ദ ഫണ്ടമെന്റൽ റൈറ്റ്? മൗലിക അവകാശങ്ങൾ അല്ലെ, നമുക്കൊക്കെ ഉള്ള അവകാശമാണ്, നമുക്കറിയാം. To ensure the civil liberties and protect individuals from the arbitrary state action. ഫണ്ടമെന്റൽ റൈറ്റ് അല്ലെ. അപ്പൊ ഫണ്ടമെന്റൽ റൈറ്റ് ഈസ് ജസ്റ്റിഷ്യബിൾ ആൻഡ് ഇറ്റ് ഈസ് ലീഗലി എൻഫോഴ്സിബിൾ in the courts. ഒരു ചോദ്യം ചോദിക്കുകയാണ്. The aggrieved person can't move Supreme Court directly. ശരിയാണോ തെറ്റാണോ? ഫണ്ടമെന്റൽ റൈറ്റ് ഹാനിക്കപ്പെട്ട ഒരു വ്യക്തിക്ക് സുപ്രീം കോടതിയിൽ നേരിട്ട് പോയി കേസ് കൊടുക്കാൻ പറ്റുമോ? അല്ലെങ്കിൽ നമ്മുടെ നാട്ടിൽ സാധാരണ നടക്കുന്ന രീതിയിൽ ഹൈക്കോടതി പറഞ്ഞ അപ്പീൽ സ്ട്രക്ചറിൽ ഫോൾസ് ആണ് അല്ലെ. ഹി ക്യാൻ ഡയറക്ട്ലി മൂവ് സുപ്രീം കോർട്ട് അല്ലെ, അതാണ് അതിന്റെ പവർ അല്ലെ. ദ അഗ്രീവ്ഡ് പേഴ്സൺ ക്യാൻ മൂവ് ഡയറക്ട്ലി ടു ദി സുപ്രീം കോർട്ട് ഓർ ഹൈക്കോർട്ട് അല്ലെ. ഹൈക്കോടതിയിലേക്കും സുപ്രീം കോടതിയിലേക്കും മൂവ് ചെയ്യാൻ സാധിക്കും. യഥാർത്ഥ ഇതില് ഇങ്ങനെയല്ലല്ലോ അല്ലെ നമ്മുടെ നാട്ടിൽ നടക്കുക. നമുക്ക് ഒരിക്കലും ഡയറക്റ്റ് ആയിട്ട് അല്ലെ ചില കേസസിന്റെ ഒന്നും സുപ്രീം കോടതിയെ സമീപിക്കാൻ സാധിക്കില്ല. അതിന് നമ്മുടെ നാട്ടിൽ കറക്റ്റ് ആയിട്ടുള്ള ഒരു ലീഗൽ പ്രൊസീജിയർ ആണ്. ബട്ട് ഹൗഎവർ if fundamental right is affected, you can move directly to the Supreme Court. പിന്നീട് ലിസ്റ്റ് ഓഫ് ഫണ്ടമെന്റൽ റൈറ്റ് കാണാപ്പാഠം പഠിച്ചോ. റൈറ്റ് ടു ഈക്വാലിറ്റി 14 മുതൽ 18 വരെയുള്ള എല്ലാം നിങ്ങൾ കാണാപ്പാഠം പഠിക്കണം. ഇത് നിങ്ങളുടെ ഡ്യൂട്ടിയാണ് പഠിക്കുക എന്നുള്ളത് കേട്ടോ. ഇതൊക്കെ നിങ്ങളുടെ ഡ്യൂട്ടിയാണ്. ആർട്ടിക്കിൾസ് പറഞ്ഞിട്ടുള്ള കാര്യങ്ങളും. റൈറ്റ് ടു ഈക്വാലിറ്റിയിൽ വരുന്നതാണ് 14, 15, 16, 17 and 18. റൈറ്റ് ടു ഫ്രീഡത്തിൽ വരുന്നതാണ് അല്ലെ. റൈറ്റ് ടു ഫ്രീഡം ആർട്ടിക്കിൾ 19 മുതൽ 22 വരെ ഉള്ളത്. ആർട്ടിക്കിൾ 19(1) വെരി ഇമ്പോർട്ടന്റ്. റൈറ്റ് അഗെയിൻസ്റ്റ് എക്സ്പ്ലോയിറ്റേഷൻ അല്ലെ, ആർട്ടിക്കിൾ 23. ചൈൽഡ് ലേബറും ഹ്യൂമൻ ട്രാഫിക്കിങ്ങും അല്ലെ, അത് രണ്ടും വരുന്ന ആർട്ടിക്കിൾസ് ആണ് 23ഉം 24. അതേപോലെ തന്നെ റൈറ്റ് ടു ഫ്രീഡം ഓഫ് റിലീജിയൻ 25 മുതൽ 28 വരെ. കൾച്ചറൽ ആൻഡ് എഡ്യൂക്കേഷണൽ റൈറ്റ് 29 to 30. റൈറ്റ് ടു കോൺസ്റ്റിറ്റ്യൂഷണൽ റെമഡീസ് ആർട്ടിക്കിൾ 23. ഫോർസ്ഡ് ലേബർ അങ്ങോട്ടും ജസ്റ്റ് നോക്കണേ. റൈറ്റ് ടു കോൺസ്റ്റിറ്റ്യൂഷണൽ റെമഡീസ് അല്ലെ, റിട്ടുകൾ ആർട്ടിക്കിൾ 32. ഹേബിയസ് കോർപ്പസ്, മാൻഡമസ്, സെഷ്യൂഷറി, പ്രോഹിബിഷറി, എക്സെട്ര. സോ ഇതിനൊക്കെ നമ്മൾ എന്താണ് ഫണ്ടമെന്റൽ റൈറ്റ് എന്ന് പൊതുവെ നമ്മൾ വിളിക്കും അല്ലെ. ഫണ്ടമെന്റൽ റൈറ്റ് ആർട്ടിക്കിൾ 12 മുതൽ ആർട്ടിക്കിൾ 35 വരെയുള്ള കാര്യത്തിനെയാണ് നമ്മൾ ഫണ്ടമെന്റൽ റൈറ്റ് എന്ന് വിളിക്കുന്നത്. ആർട്ടിക്കിൾ 12 എന്തിനെയാണ് സൂചിപ്പിക്കുന്നത്? ആർട്ടിക്കിൾ 12 എന്താണ്? വാട്ട് ഈസ് ആർട്ടിക്കിൾ 12? ആർട്ടിക്കിൾ 12 ഡെഫിനിഷൻ ഓഫ് ദ സ്റ്റേറ്റ് അല്ലെ. ഡെഫിനിഷൻ ഓഫ് ദ സ്റ്റേറ്റിനെ ഡിഫൈൻ ചെയ്യുന്നു അല്ലെ. എല്ലാം ഈ പറഞ്ഞ പഞ്ചായത്ത്, മുനിസിപ്പാലിറ്റി, ONC അല്ലെ, ഓയിൽ കോർപ്പറേഷൻ, അത് ഇത് സ്റ്റാറ്റ്യൂട്ടറി, ONC, സെയിൽ എല്ലാം സ്റ്റേറ്റിന്റെ ഡെഫിനിഷനിൽ ഉൾപ്പെടും അക്കോർഡിംഗ് ടു ദി ആർട്ടിക്കിൾ 12 അല്ലെ. സുപ്രീം കോടതി വിധി പ്രകാരം ഒരു പ്രൈവറ്റ് ബോഡി അല്ലെ, സ്റ്റേറ്റിന് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു പ്രൈവറ്റ് ബോഡിയും വേണമെങ്കിൽ ഈ ഡെഫിനിഷൻ ഓഫ് ദ സ്റ്റേറ്റിൽ ഉൾപ്പെടും. അപ്പൊ ആർട്ടിക്കിൾ 13 എന്താണ്? ആർട്ടിക്കിൾ 13 എന്താണ്? ലോ ഡെഫിനിഷൻ, ജുഡീഷ്യൽ റിവ്യൂ. ദ ലോസ്. യെസ്, റിയാ സുൽത്താന പറഞ്ഞ പോയിന്റ് ആണ് അല്ലെ. ലോസ് ഇതൊക്കെ എന്ത് ചെയ്യാ, കാണാപ്പാഠം പഠിച്ചോട്ടാ. വേറെ വഴിയൊന്നുമില്ല. ആർട്ടിക്കിൾ കാണാപ്പാഠം പഠിക്കുക. ചില കാര്യങ്ങൾ നിങ്ങൾ കാണാപ്പാഠം പഠിക്കണം, കോൺസെപ്റ്റ് മാത്രം പഠിച്ചാൽ പോരല്ലോ അല്ലെ. സോ ലോസ് ഇൻകൺസിസ്റ്റന്റ് വിത്ത് ദി ഫണ്ടമെന്റൽ റൈറ്റ് അല്ലെ. അതായത് ഇൻഡയറക്ട്ലി പറയുകയാണെങ്കിൽ ജുഡീഷ്യൽ റിവ്യൂ
ജുഡീഷ്യൽ റിവ്യൂമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു ആർട്ടിക്കിൾ ആണ് അല്ലെ, ഭരണഘടനയിൽ പറഞ്ഞിട്ടുള്ള ഒരു ആർട്ടിക്കിൾ ആണ് ആർട്ടിക്കിൾ 13. Article 13 declares that all laws that are inconsistent with or in derogation with any of the fundamental rights shall be void. എന്ത് ചെയ്യാ, നമ്മുടെ ഭരണഘടനയിൽ ഒരിക്കലും ജുഡീഷ്യൽ റിവ്യൂ എന്നൊന്നും പറയുന്നില്ല കേട്ടോ, പക്ഷെ അങ്ങനെ പല രീതിയിൽ ഇൻഡയറക്റ്റ് ആയിട്ട് സൂചിപ്പിക്കുന്നുണ്ട്. സോ ജുഡീഷ്യൽ റിവ്യൂ ആർട്ടിക്കിൾ 13. അപ്പൊ 12 13 എന്താണെന്ന് മനസ്സിലാക്കി അല്ലെ, ഫണ്ടമെന്റൽ റൈറ്റുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യം. പിന്നീട് അതിന് ഒരുപാട് ഇങ്ങനെ എക്സ്പ്ലനേഷൻ ഇങ്ങനെ പോകുന്നുണ്ട് കേട്ടോ. ഇവിടെ ലോ എന്ന് ഉദ്ദേശിക്കുന്നത് എന്താണ് അല്ലെ, പെർമനന്റ് ലോ, ഒരു സ്റ്റേറ്റ് ലെജിസ്ലേറ്ററോ അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ പാർലമെന്റ് പാസ്സാക്കുന്ന നിയമം, ഈ പറഞ്ഞ പോലെ ഓർഡിനൻസ് നിയമം, അങ്ങനെ ഒരുപാട് അല്ലെ, എക്സിക്യൂട്ടീവ് നിയമം, ഇതിനെ എല്ലാത്തിനെയും നമ്മൾ ലോ ആക്കി കൺസിഡർ ചെയ്യും അല്ലെ. ജസ്റ്റ് ഒന്ന് ഓർത്തിരിക്കുക. ദെൻ ആർട്ടിക്കിൾ 14 അല്ല, റൈറ്റ് ടു ഈക്വാലിറ്റി. റൈറ്റ് ടു ഈക്വാലിറ്റിയിൽ ആർട്ടിക്കിൾ 14 മുതൽ ആർട്ടിക്കിൾ 18 വരെയുള്ള കാര്യമാണ്. ഈക്വാലിറ്റി ബിഫോർ ലോയും ആൻഡ് ഈക്വൽ പ്രൊട്ടക്ഷൻ ഓഫ് ലോയും അല്ലെ, രണ്ടും രണ്ട് കോൺസെപ്റ്റ് ആണ്. ഇതെന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടോ? രണ്ടും രണ്ട് കോൺസെപ്റ്റ് ആണ്. എന്തുകൊണ്ടാണ് ഇത് രണ്ടും രണ്ട് കോൺസെപ്റ്റ് ആയത്? ഈക്വാലിറ്റി ബിഫോർ ലോ ഈസ് എ നെഗറ്റീവ് കോൺസെപ്റ്റ് ആൻഡ് വി ഹാവ് ബോറോഡ് ഇറ്റ് ഫ്രം ദ യുണൈറ്റഡ് കിങ്ഡം. Equal protection of law is a positive concept and we have borrowed it from USA origin. ഇതെന്താണ് നിങ്ങൾക്കറിയോ? ഇത് വായിച്ചിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും മനസ്സിലായിട്ടുണ്ടോ? റൈറ്റ് ടു ഈക്വാലിറ്റി, ഇതിൽ ആർട്ടിക്കിൾ 14 ഈക്വാലിറ്റി ബിഫോർ ലോയും ഈക്വൽ പ്രൊട്ടക്ഷൻ ഓഫ് ലോയും. ജസ്റ്റ് ഇതൊന്ന് ഓർത്തിരിക്കുക. ഒന്ന് നെഗറ്റീവ് കോൺസെപ്റ്റ് ആണ്. നെഗറ്റീവ് കോൺസെപ്റ്റ് എന്ന് എന്തുകൊണ്ടാണ് പറയുന്നത് അല്ല, മറ്റൊന്ന് പോസിറ്റീവ് കോൺസെപ്റ്റും ആണ്. ഈക്വൽ പ്രൊട്ടക്ഷൻ ഓഫ് ലോ, ഈക്വാലിറ്റി ബിഫോർ ലോ, രണ്ടും രണ്ട് ടേം ആണ്. അല്ലെ, ഫസ്റ്റ് കോൺസെപ്റ്റ് എന്താ അല്ലെ, ഈക്വാലിറ്റി ബിഫോർ ലോ അല്ലെ, എല്ലാവരെയും ഈക്വൽ ആയിട്ട് കാണണം. യെസ്, വെരി ഗുഡ് അല്ലെ. ഇവിടെ റിച്ചോ പുവറോ അങ്ങനെയൊന്നുമില്ല, എവ്രി വൺ ഈസ് ഈക്വൽ അല്ലെ. ദ ആബ്സെൻസ് ഓഫ് എനി പ്രിവിലേജ് അല്ലെ, ആബ്സെൻസ് ഓഫ് എനി പ്രിവിലേജ്, എനി സ്പെഷ്യൽ പ്രിവിലേജ് ഇൻ ഫേവർ ഓഫ് എനി പേഴ്സൺ. എല്ലാവരെയും ഒരേപോലെ നമ്മൾ കാണും, എല്ലാവരെയും ഒരേ നിയമത്തിലായിരിക്കും അല്ല, റിച്ചോ പോറോ അങ്ങനെയൊന്നുമില്ല. എവ്രിബഡി ഈസ് ഈക്വൽ ബിഫോർ ദ ലോ. അതാണ് ഈക്വാലിറ്റി ബിഫോർ ലോ. ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കി വെക്കുക. ഇതൊരു നെഗറ്റീവ് കോൺസെപ്റ്റ് എന്ന് പറയുന്നത് അതുകൊണ്ടാണ്. ആബ്സെൻസ് ഓഫ് എനി പ്രിവിലേജ് ഇൻ ഫേവർ ഓഫ് എനി പേഴ്സൺ അല്ലെ. അതായത് റിച്ച് ആണെങ്കിലും പൂർ ആണെങ്കിലും എല്ലാവർക്കും ഒറ്റ നിയമമാണ്. ഒഫീഷ്യൽ ആണ് നോൺ ഒഫീഷ്യൽ ആണെങ്കിലും എല്ലാവർക്കും ഒറ്റ നിയമമാണ്. അതാണ് ഇവിടെ പറയുന്നത്. ഇനി എന്താണ് ഈക്വൽ പ്രൊട്ടക്ഷൻ ഓഫ് ലോ? അതെന്താണ് ഉദ്ദേശിക്കുന്നത്? ഈക്വൽ പ്രൊട്ടക്ഷൻ ഓഫ് ലോ ആരെങ്കിലും ഒരാൾ പറഞ്ഞു അല്ലെ, അതൊരു പോസിറ്റീവ് കോൺസെപ്റ്റ് ആണ് അല്ലെ. എന്തുകൊണ്ടാണ് അതൊരു പോസിറ്റീവ് കോൺസെപ്റ്റ് ആണത്? ഈക്വൽ പ്രൊട്ടക്ഷൻ ഓഫ് ലോ. BQ പേര് തന്നെ നമുക്ക് മനസ്സിലാക്കാം കേട്ടോ. യെസ്, the equality of treatment under equal circumstances. The equality of treatment under equal circumstances. ഇവിടെ എന്താണ്? സ്റ്റേറ്റ് ഈസ് കൺസിഡറിങ് അല്ലെ, ചില സിറ്റുവേഷൻസിൽ ചില വ്യക്തികൾ ഈക്വൽസ് അല്ല അല്ലെ. അപ്പൊ അവർക്ക് നമ്മൾ സ്പെഷ്യൽ ആയിട്ടുള്ള അല്ല, ഈ പറഞ്ഞ പോലെ ഒരു അൺഈക്വൽസ് ആൻഡ് ഈക്വൽസ് അങ്ങനെ പറയാം. ഓക്കെ, അൺഈക്വൽസ് ആൻഡ് ഈക്വൽസ് അല്ലെങ്കിൽ ലൈക്ക് ആൻഡ് അലൈക്ക്. The like should be treated അല്ല, റിസർവേഷൻ ഇതിനെ ബേസ് ചെയ്താണ്. യെസ്, the like should be treated അല്ലെ, the like should be treated alike without
any discrimination. ഇവിടെ എന്താണ് സ്റ്റേറ്റ് ഈസ് കൺസിഡറിങ് ദാറ്റ് അല്ലെ ചില എന്താ ഇപ്പൊ അങ്ങനെ പറയാം കറക്റ്റ് ആയിട്ട് പറഞ്ഞാല് സ്റ്റേറ്റിന് അറിയാം എന്ത് സം പീപ്പിൾ ആർ അൺഈക്വൽസ് ആണ് അല്ലെ സോ വി ഹാവ് ടു ഫോക്കസ് അല്ലെ ഇവരെ നമ്മൾ എന്ത് ചെയ്യണം അല്ലെ ദ ലൈക്ക് ആൻഡ് അൺഈക്വൽസ് അപ്പൊ അതുകൊണ്ടാണ് ഇതിനൊരു പോസിറ്റീവ് കോൺസെപ്റ്റ് എന്ന് പറയുന്നത് ഓക്കെ റിസർവേഷൻ അതായത് ചില കാറ്റഗറീസ് അല്ലെ ചില കാറ്റഗറീസിനെ സ്റ്റേറ്റ് എന്ത് ചെയ്യണം അല്ലെ പ്രൊമോട്ട് ചെയ്യണം ഓക്കെ ഇത് പറയാനാണെങ്കിൽ നമുക്ക് ഒരുപാട് പറയാനുണ്ട് ഹൗവർ ഇത് പറയാൻ തന്നെ നമുക്ക് ഒരു ക്ലാസ് വേണ്ട വരും ഈക്വലി പെയ്ഡ് ക്ലാസ്സിനൊക്കെ ആകുമ്പോൾ നമ്മൾ ഈ ഒരു കോൺസെപ്റ്റ് നമ്മൾ ഇങ്ങനെ എടുത്ത് പറയും എന്നിരുന്നാലും ഇപ്പൊ നിങ്ങൾ ആലോചിക്കുക ഈ രണ്ട് കോൺസെപ്റ്റുകൾ ഞാൻ പറഞ്ഞു ഇതൊരു എക്സാം പെർസ്പെക്റ്റീവ് ക്ലാസ് ആണ് രണ്ട് കോൺസെപ്റ്റുകൾ രണ്ടും ഡിഫറെന്റ് ആണ് ഒന്ന് നെഗറ്റീവ് ഒന്ന് പോസിറ്റീവ് ജസ്റ്റ് ഒന്ന് ബൈ ഹാർട്ട് ചെയ്ത് വെക്കുക അതേപോലെ തന്നെ ഈക്വാലിറ്റി ബിഫോർ ലോ എന്ന് പറയുന്നത് എല്ലാവരും ഒരേപോലെയാണ് നിയമത്തിന്റെ മുന്നിൽ അവിടെ റിച്ചോ പൂറോ ഒന്നും ഒരു വ്യത്യാസവും ഇല്ല ഒന്നുമില്ല സ്റ്റേറ്റ് എല്ലാവരെയും ഒരേപോലെ കാണും വെദർ ഇറ്റ്സ് ഒഫീഷ്യലോ നോൺ ഒഫീഷ്യലോ എന്തായാലും പക്ഷെ ഇവിടെ രണ്ടാമത്തെ കോൺസെപ്റ്റിൽ ഈക്വൽ പ്രൊട്ടക്ഷൻ ഓഫ് ലോ ഇവിടെ എന്താണ് ലൈക്കും അലൈക്കുകളും ഈക്വൽസും അൺഈക്വൽസും അല്ലെ സ്റ്റേറ്റ് നോ സം പീപ്പിൾസ് ആർ അൺഈക്വൽസ് അപ്പൊ സ്റ്റേറ്റ് എന്ത് ചെയ്യും ദേ ഹാവ് ടു പ്രൊമോട്ട് ദം അപ്പൊ അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളുണ്ട് സോ ജസ്റ്റ് ഒരു കോൺസെപ്റ്റ് ആണ് അതുകൊണ്ട് അത് പോസിറ്റീവ് കോൺസെപ്റ്റ് ആയിട്ട് അറിയപ്പെടും Article 14. Okay. Then Article 15. Prohibition on discrimination. Prohibition of discrimination based on the religion, race, caste, sex or birth of place. Sex or birth of place. But allows special provision for women, children, SC/ST, socially and educationally backward classes. അതേപോലെ തന്നെ Article 16. That is the equality of opportunity in public employment. വീണ്ടും ഞാൻ പറയാണ് ഈ ആർട്ടിക്കിൾസ് ഒക്കെ കാണാപ്പാടം പഠിച്ചോളൂ ഇതിന്റെ എന്താണ് ഇതിന്റെ കോൺസെപ്റ്റ് എന്നും പഠിച്ചോളൂ അല്ലെ ഈക്വാലിറ്റി ഓഫ് ഓപ്പർച്യൂണിറ്റി ഇൻ പബ്ലിക് എംപ്ലോയ്മെന്റ് അതേപോലെ തന്നെ ഈ ആർട്ടിക്കിൾസിലുള്ള എല്ലാ ആർട്ടിക്കിൾസിലും ചില ആർട്ടിക്കിൾസിൽ എക്സെപ്ഷൻസ് ഉണ്ട് ഓക്കെ എക്സെപ്ഷൻസ് ഉണ്ട് ആ എക്സെപ്ഷൻസും ജസ്റ്റ് ഒന്ന് റീഡ് ചെയ്യുക ലക്ഷ്മികാന്തിൽ കറക്റ്റ് ആയിട്ട് കൊടുത്തിട്ടുണ്ട് അല്ലെ ഇപ്പൊ നമ്മൾ ആർട്ടിക്കിൾ 15 കേസ് പറയാണല്ലോ ആർട്ടിക്കിൾ 15 നമ്മൾ പറഞ്ഞു പ്രോഹിബിഷൻ on the base of discrimination. Just a minute. And Article 15 നമ്മൾ പറഞ്ഞല്ലേ prohibition of discrimination based on religion, race, caste, sex or place of birth. പക്ഷെ ഇവിടെ 4 എക്സെപ്ഷൻസ് ഉണ്ട് അല്ലെ 4 എക്സെപ്ഷൻസ് ഉണ്ട് എന്തൊക്കെ അല്ലെ സ്പെഷ്യൽ പ്രൊവിഷൻ ഫോർ വുമൻ സ്പെഷ്യൽ പ്രൊവിഷൻ ഫോർ ചിൽഡ്രൻ SC/ST കാറ്റഗറി സോഷ്യലി ആൻഡ് എഡ്യൂക്കേറ്റഡ് ബാക്ക്വേർഡ് ക്ലാസ്സസ് അല്ലെ ഇവർക്ക് സ്പെഷ്യൽ ആയിട്ടുള്ള എക്സെപ്ഷൻസ് അവിടെ അലോ ചെയ്തിട്ടുണ്ട് സ്പെഷ്യൽ പ്രൊവിഷൻസ് ഇവർക്ക് അലോ ചെയ്യും അതാണ് ഞാൻ താഴെയിലെ എക്സെപ്ഷൻസ് ആയിട്ട് കൊടുത്തിട്ടുള്ളത് മനസ്സിലായോ എക്സെപ്ഷൻസ് അപ്പൊ എല്ലാ ആർട്ടിക്കിൾസിലും എക്സെപ്ഷൻസ് ഉണ്ട് അല്ല അത് അതുപോലെ തന്നെ ഈക്വാലിറ്റി ഓഫ് ഓപ്പർച്യൂണിറ്റി എല്ലാ ആർട്ടിക്കിൾസിലും ഇല്ല ചില ആർട്ടിക്കിൾസിൽ എക്സെപ്ഷൻ ഇല്ല ഈക്വാലിറ്റി ഓഫ് ഓപ്പർച്യൂണിറ്റി ഇൻ പബ്ലിക് എംപ്ലോയ്മെന്റ് പക്ഷെ എന്നിരുന്നാലും ഇവിടെ നമുക്കറിയാമല്ല ചില കാറ്റഗറീസിന് റിസർവേഷൻ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് സോ ഇറ്റ് ബിക്കംസ് എൻ എക്സെപ്ഷൻ ഇൻ ആർട്ടിക്കിൾ 16 അല്ല 4 എക്സെപ്ഷൻ ആണ് നിങ്ങൾ ലക്ഷ്മികാന്ത് റീഡ് ചെയ്യുന്ന സമയത്ത് യു ക്യാൻ സി 4 എക്സെപ്ഷൻസ് അല്ലെ പാർലമെന്റ് ആണ് പാർലമെന്റ് ക്യാൻ പ്രിസ്ക്രൈബ് എക്സെപ്ഷൻ നിങ്ങൾ ജസ്റ്റ് റീഡ് ചെയ്യാം അതേപോലെ തന്നെ ആർട്ടിക്കിൾ 17 അബോളിഷൻ ഓഫ് അൺടച്ചബിലിറ്റി അല്ലെ ആർട്ടിക്കിൾ 17 prohibition of untouchability that is the punishment punishable under the Protection of Civil Rights Act of 1955. Then the articles 18 abolition of title exception military and academic distinction titles abolish cheyadu so article 14 to 18 it is equality before law PSC യഥാർത്ഥത്തില് ഭയങ്കര ഡെപ്ത് ആയിട്ട് ചോദ്യങ്ങൾ ചോദിച്ചു കാണാറില്ല ഈ ഫണ്ടമെന്റൽ റൈറ്റ് എന്നൊന്നും ഓക്കെ പ്രീവൈക്ക് നോക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഈ പറഞ്ഞ നമ്മളിപ്പം പറഞ്ഞ പോലെ ഇത് നെഗറ്റീവ് പോസിറ്റീവ് ഇത് ഈക്വാലിറ്റി ബിഫോർ ലോ ഈക്വൽ പ്രൊട്ടക്ഷൻ ഓഫ് ലോ അതിന്റെ ഇങ്ങനെയാണ് ഇതുകൊണ്ടാണ് അത്രയും ഡെപ്ത് ആയിട്ട് ചോദിച്ചു കാണാറില്ല പക്ഷെ ഈ ആർട്ടിക്കിൾ എന്തൊക്കെയാണ് ആർട്ടിക്കിൾസിന്റെ എന്തൊക്കെയാണ് അതിൽ വരുന്നത് അതൊക്കെ ചോദിക്കാറുണ്ട് സോ അറ്റ്ലീസ്റ്റ് ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് പഠിച്ചു വെക്കുക എക്സെപ്ഷൻസ് ഒന്നും PSC ചോദിക്കാറില്ല റിയാ സുൽത്താന
ഓക്കെ, എക്സെപ്ഷൻസ് PSC പൊതുവെ ചോദിച്ചു കാണാറില്ല. ഈവൺ ദോ UPSC അങ്ങനെ ചോദിച്ചു കാണാറില്ല. നമ്മൾ ജസ്റ്റ് മനസ്സിലാക്കിയാൽ മതി, ആർട്ടിക്കിൾസിൽ ഇങ്ങനെ എക്സെപ്ഷൻസ് ഉണ്ട്, എക്സെപ്ഷൻസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പൊ ആ കാര്യങ്ങൾ ജസ്റ്റ് ഒന്ന് റീഡ് ചെയ്തിട്ട് ഒന്ന് മനസ്സിലാക്കി വെക്കുക. എന്തൊക്കെയാണ് എക്സെപ്ഷൻസ് എന്നുള്ള കാര്യം ജസ്റ്റ് ഒന്ന് റീഡ് ചെയ്ത് വെക്കുക. അല്ലാതെ കാണാപ്പാടം പഠിക്കണ്ട എന്നാണ് മൈ പേഴ്സണൽ ഒപ്പീനിയൻ. ബിക്കോസ് PSC ഈ ഭാഗങ്ങളിൽ നിന്ന് കൂടുതൽ അങ്ങോട്ടേക്ക് എക്സെപ്ഷൻസും അല്ലെങ്കിൽ അങ്ങനെ ആഴത്തിലേക്ക് അടങ്ങി പോകുന്ന കാണാറില്ല. ഓക്കെ, ലക്ഷ്മികാന്തിലൊക്കെ ഞാൻ പറഞ്ഞല്ലോ, ലക്ഷ്മികാന്ത് ഒരുപാട് കാര്യങ്ങൾ, ഒരുപാട് ഡീറ്റെയിൽസ്, ബൾക്ക് ആയിട്ടുള്ള ഒരു ബുക്കാണ് ലക്ഷ്മികാന്ത്. നിങ്ങൾ ഫണ്ടമെന്റൽ റൈറ്റ് നോക്കിയാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും. അത്രയും കാര്യങ്ങൾ ഇമ്പോർട്ടന്റ് ആണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇമ്പോർട്ടന്റ് ആണ്, പക്ഷെ അത്രയും പഠിക്കേണ്ട ആവശ്യമില്ല ഫോർ കേരള PSC. റൈറ്റ്. സോ ജസ്റ്റ് ഒന്ന് അറിഞ്ഞിരിക്കുക, എക്സെപ്ഷൻസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അല്ലെ, എക്സെപ്ഷൻസ് ഉണ്ട്. ബട്ട് എല്ലാ ആർട്ടിക്കിളും എക്സെപ്ഷൻസ് ഇല്ല, എക്സെപ്ഷനിലുള്ള ആർട്ടിക്കിൾസ് ഉണ്ട് അല്ലെ. പല രീതിയിലും എക്സെപ്ഷൻസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. പാർലമെന്റ് വിചാരിച്ചു കഴിഞ്ഞാൽ ഈ പറഞ്ഞിരിക്കുന്ന കാറ്റഗറീസിന് അവർക്ക് സ്പെഷ്യൽ പ്രൊവിഷൻസ് കൊടുക്കാൻ പറ്റും അല്ല. ആർട്ടിക്കിൾ 16 എന്താ പറയുന്നത്? എല്ലാവർക്കും ഒരേപോലെ ജോലി, എല്ലാവർക്കും ഒരേപോലെ പബ്ലിക് സർക്കാർ ഉദ്യോഗസ്ഥയിലല്ല പബ്ലിക് എംപ്ലോയ്മെന്റ് ജോലി. പക്ഷെ അവിടെ എക്സെപ്ഷൻസ് ഉണ്ട്. പാർലമെന്റിനോ അല്ലെങ്കിൽ പറഞ്ഞ സ്റ്റേറ്റ് ലെജിസ്ലേറ്ററിനോ വിചാരിച്ചു കഴിഞ്ഞാൽ സ്പെഷ്യൽ ബാക്ക്വേർഡ് ക്ലാസസിനോ SC/STക്കോ എക്കണോമിക്കലി വീക്കർ എക്സെട്ര സെക്ഷൻസിനോ കൊടുക്കാൻ സാധിക്കും. അങ്ങനെയുള്ള കാര്യങ്ങൾ ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കി വെക്കുക അല്ല. EVS കാറ്റഗറി ഒക്കെ ഇപ്പൊ അടുത്ത് ആഡ് ചെയ്തതാണ് 2019-20 കാലഘട്ടത്തിൽ. അതൊക്കെ നിങ്ങൾക്ക് അറിയായിരിക്കും. സോ നെക്സ്റ്റ് വൺ ഈസ് റൈറ്റ് ടു ഫ്രീഡം. ആർട്ടിക്കിൾ 19 to 22 ഏറ്റവും കൂടുതൽ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുള്ള ഏരിയ ഇതാണ് കേട്ടോ. ഏറ്റവും കൂടുതൽ ക്വസ്റ്റ്യൻസ് റൈറ്റ് ടു ഫ്രീഡം ആർട്ടിക്കിൾ 19 മുതൽ 22 വരെ വീണ്ടും കാണപ്പെടാൻ പഠിച്ചോളൂ. ആർട്ടിക്കിൾ 19 തന്നെ അല്ല, 19(1) തന്നെ അല്ല, 19(1) A, B, C എന്നൊക്കെ പറഞ്ഞിട്ട് അതിന്റെ താഴെ തന്നെ 6 ഫ്രീഡം കൊടുത്തിട്ടുണ്ട്. ഒന്ന് ഫ്രീഡം ആൻഡ് എക്സ്പ്രഷൻ, മറ്റൊന്ന് അസംബിൾ പീസ്ഫുൾ, റൈറ്റ് ടു ഫോം അസോസിയേഷൻ, ഫ്രീഡം ടു മൂവ് ഫ്രീലി, ഫ്രീഡം ടു റിസൈഡ് ആൻഡ് സെറ്റിൽ, ഫ്രീഡം ടു പ്രാക്ടീസ് എനി പ്രൊഫഷൻ അല്ലെ. ഇത് നമ്മുടെ ലൈഫുമായിട്ട് ലിങ്ക് ചെയ്തിട്ട് പഠിച്ചോളുക അല്ലെ. ഫസ്റ്റ് സ്പീച്ച് ആൻഡ് എക്സ്പ്രഷൻ അല്ലെ, സ്പീച്ച് ആൻഡ് എക്സ്പ്രഷൻ. 2 പീസ്ഫുൾ അസംബിൾ. 3 ഫോം അസോസിയേഷൻ, പിന്നെ മൂവ് ഫ്രീലി, ദെൻ റിസൈഡ് ആൻഡ് സെറ്റിൽ, പ്രാക്ടീസ് എനി പ്രൊഫഷൻ. 6 റൈറ്റുകൾ. റൈറ്റ് ടു അസംബിൾ പീസ്ഫുള്ളി അല്ലെ. പീസ്ഫുള്ളി എന്ന് പറഞ്ഞാൽ ഇവിടെ ആലോചിക്കണം അല്ലെ, വിത്തൗട്ട് ആംസ് ആണ്, വിത്തൗട്ട് ആംസ് ആണ് അല്ലെ, വിത്തൗട്ട്, സിമ്പിൾ ആണ്, വിത്തൗട്ട് ആംസ്. ആമും കൊണ്ടുവന്നിട്ടല്ലേ നിങ്ങളുടെ കയ്യിൽ ഈ പറഞ്ഞ വടിയും വെപ്പൺസ് ഒക്കെ യൂസ് ചെയ്തിട്ട് പീസ്ഫുൾ ആയിട്ട് അസംബിൾ എന്ന് പറയാൻ പറ്റില്ല അല്ലെ. അപ്പൊ അവിടെ ഈ പറഞ്ഞ പോലെ റൈറ്റ് ടു ഫ്രീഡം, ഫണ്ടമെന്റൽ റൈറ്റ് ഒന്നും അവൈലബിൾ അല്ല. ഓക്കെ, റൈറ്റ് ടു ഫോം അസോസിയേഷൻ ഓർ യൂണിയൻസ് ഓർ കോപ്പറേറ്റീവ് സൊസൈറ്റി അല്ലെ. കോപ്പറേറ്റീവ് സൊസൈറ്റി ഫോം ചെയ്യുന്നതൊക്കെ നിങ്ങൾക്ക് ഇതിൽ പറയാം അല്ലെ. ഇറ്റ് ഈസ് അണ്ടർ ദ ഫണ്ടമെന്റൽ റൈറ്റ് അല്ലെ. കോപ്പറേറ്റീവ് സൊസൈറ്റി ഫോം ചെയ്യുന്നത് ഒരു ഫണ്ടമെന്റൽ റൈറ്റ് ആണ്. ഇന്ത്യയിൽ എവിടെ വേണമെങ്കിലും പോവാം അല്ലെ. ഫ്രീഡം ടു റിസൈഡ് ആൻഡ് സെറ്റിൽ, എവിടെ വേണമെങ്കിലും പോവാം, എവിടെ വേണമെങ്കിലും യാത്ര ചെയ്യാം. പക്ഷെ ഇതിലൊക്കെ എക്സെപ്ഷൻസ് ഉണ്ട് കേട്ടോ അല്ലെ. നോർത്ത് ഈസ്റ്റേൺ റീജിയനിൽ അല്ലെ, നിങ്ങൾ ഈ പറഞ്ഞ പോലെ SC/ST കാറ്റഗറീസിന്റെ സ്പെഷ്യൽ ആയിട്ട് ഉള്ള സ്ഥലങ്ങളിലൊക്കെ നിങ്ങൾ പോയിട്ട് എന്റെ ഫ്രീഡം ഓഫ് റിസൈഡ് സെറ്റിൽ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അത് പ്രശ്നമാണ് അല്ലെ. ഫ്രീഡം ടു പ്രാക്ടീസ് എനി പ്രൊഫഷൻ ഓർ ട്രേഡ്, ഈ 6 കാര്യങ്ങളും കാണാപ്പാടം പഠിച്ചോളാം. അഗെയിൻ ദിസ് ഈസ് സബ്ജക്ട് ടു റീസണബിൾ റെസ്ട്രിക്ഷൻസ് അല്ലെ. സെക്യൂരിറ്റി, പബ്ലിക് ഓർഡർ ആൻഡ് മൊറാലിറ്റി അല്ലെ. യെസ്, there are some restrictions. And Article 20 protection in respect of conviction. Protection in respect of conviction, Article 20 എക്സസ് ആയിട്ടുള്ള പണിഷ്മെന്റിനെതിരെ നമുക്ക് പ്രൊട്ടക്ഷൻ തരുന്ന ഒരു ആർട്ടിക്കിൾ ആണ്. എക്സ് പോസ്റ്റ് ഫാക്ടോ ലോ, ഡബിൾ ജിയോപാർഡി ആൻഡ് സെൽഫ് ഇൻക്രിമിനേഷൻ. ഈ 3 കോൺസെപ്റ്റുകൾ ജസ്റ്റ് ഓർത്തിരിക്കുക. നോ എക്സ് പാസ്റ്റ് ഫാക്ടോ ലോ എന്ന് പറഞ്ഞാൽ എന്താണ്? ആരെങ്കിലും ഒന്ന് പറഞ്ഞേ. നോ എക്സ് പാസ്റ്റ് ഫാക്ടോ, എക്സ് പോസ്റ്റ് ഫാക്ടോ ലോ, ആ പേര് തന്നെ ഉണ്ട് അല്ലെ. നോ പേഴ്സൺ ഷാൽ ബി, പറഞ്ഞോ, നിങ്ങൾ പറഞ്ഞോ, ഞാൻ എഴുതാം. കുറ്റം മുൻകാല പ്രാബല്യം. നോ പേഴ്സൺ ഷാൽ ബി convicted of any offense, എന്താണ്, except for the violation of law in force at the time of commission അല്ലെ. അയാൾ ചെയ്യുന്ന കുറ്റത്തിന് ആ സമയത്ത് എന്താണോ നിയമമുള്ളത് അതിനനുസരിച്ച് കുറ്റം കൊടുക്കുക.
യെസ്, അതെ, കുറ്റം ചെയ്യുന്ന സമയത്തുള്ള ലോ, അതാണ് അയാളുടെ കുറ്റം. നോ ഡബിൾ ജിയോപാർഡി എന്ന് പറഞ്ഞല്ലേ, ഒരു കുറ്റത്തിന് തന്നെ രണ്ട് പ്രാവശ്യം. നോ പേഴ്സൺ ഷാൽ ബി പ്രോസിക്യൂട്ടഡ് ആൻഡ് പണിഷ്ഡ് ഫോർ ദ സെയിം ഒഫൻസ്. അല്ല, ഒരു കുറ്റത്തിന് ഒറ്റ ശിക്ഷ, ഒരു കുറ്റത്തിന് രണ്ട് ശിക്ഷ കൊടുക്കാൻ പാടില്ല. അതാണ് ഡബിൾ ജിയോപാർഡി. ഈ പ്രൊട്ടക്ഷൻ ഇതിൽ വരുന്നതാണ്. പിന്നെ സെൽഫ് ഇൻക്രിമിനേഷൻ അതിൽ തന്നെ എന്താണ്? നോ പേഴ്സൺ, നോ പണിഷ്മെന്റ് ഫോർ സെയിം ഒഫൻസ്. യെസ്, GP. അവസാനം നോ സെൽഫ് ഇൻക്രിമിനേഷൻ അല്ലെ, നോ സെൽഫ് ഇൻക്രിമിനേഷൻ, സ്വയം കുറ്റസമ്മതം അല്ലെ. നോ പേഴ്സൺ അക്യൂസ്ഡ് ഓഫ് എനി ഒഫൻസ് ഷാൽ ബി കമ്പൽഡ് ടു ബി വിറ്റ്നസ് അഗെയിൻസ്റ്റ് ഹിം അല്ലെ, അഗെയിൻസ്റ്റ് ഹിംസെൽഫ്. സ്വയം കുറ്റസമ്മതം പാടില്ല. ഈ 3 കാര്യങ്ങൾ ജസ്റ്റ് ഒന്ന് ഓർത്തിരിക്കുക. ആർട്ടിക്കിൾ 20. പിന്നീട് കുറെ ലക്ഷ്മികാന്തിലൊക്കെ നമ്മുടെ യുക്തിപരമായിട്ടുള്ള കുറെ കാര്യങ്ങൾ പറയുന്നുണ്ട്. ഈ ഡബിൾ ജിയോപാർഡി എന്ന് പറഞ്ഞാല് ഇത് ജുഡീഷ്യൽ അല്ലെ, ഒരു കോടതിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾക്ക് മാത്രമേ നിങ്ങൾക്ക് അവൈലബിൾ ആയിട്ടുള്ളൂ. അല്ലാതെ നിങ്ങൾ ഒരിക്കൽ കൈക്കൂലി വാങ്ങി, എക്സാമ്പിൾ ആയിരിക്കാം മിസ്റ്റർ എക്സ്, നിങ്ങളെന്ന് പറയാൻ പറ്റില്ലല്ലോ, മിസ്റ്റർ എക്സ്, സോറി കേട്ടോ, മിസ്റ്റർ എക്സ് എന്ത് ചെയ്തു അല്ലെ, കൈക്കൂലി വാങ്ങി ഒരു കാര്യം ചെയ്തു കൊടുത്തു, 1000 rupees. ഇവനെ പിടിച്ച്, മിസ്റ്റർ എക്സിനെ പിടിച്ച് അല്ലെ, കുറച്ചു കാലം ഇത് അനുഭവിച്ച് വീണ്ടും മിസ്റ്റർ എക്സ് പിന്നെയും കൈക്കൂലി വാങ്ങിച്ചു അല്ലെ, അപ്പൊ അഗെയിൻ ഡിപ്പാർട്ട്മെന്റ് നടപടി എടുക്കും അല്ലെ. അവിടെ ഡബിൾ ജിയോപാർഡി അധികം കാര്യങ്ങളൊന്നുമില്ല. അതുകൊണ്ടാണ് ദിസ് ഡബിൾ ജിയോപാർഡി ഇസ് അവൈലബിൾ ഓൺലി ഇൻ ദ ജുഡീഷ്യൽ ആൻഡ് ട്രിബ്യൂണൽ കോർട്ട് പ്രൊസീഡിങ്സ്. ഇതൊക്കെ നമ്മുടെ യുക്തി യൂസ് ചെയ്തിട്ട് കസ്റ്റോഡിയൽ കൺഫെക്ഷൻ ഓഫ് സെക്കൻഡറി എവിഡൻസ് ആയി മാത്രമേ കണക്കാക്കുകയുള്ളൂ. കസ്റ്റോഡിയൽ കൺഫെക്ഷൻ സെക്കൻഡറി എവിഡൻസ്, യെസ്. അതൊന്നും കൂടി ഒന്ന് ക്ലിയർ ചെയ്യാമോ? GP എന്താണ് ഉദ്ദേശിച്ചത്? കസ്റ്റോഡിയൽ കൺഫെഷൻ മീൻസ്, അതായത് ഒരു കുറ്റവാളി ഞാൻ തെറ്റ് ചെയ്തു, എന്താണ് അത് ഉദ്ദേശിച്ചത്? ഈ ക്വസ്റ്റ്യൻ പൂർണ്ണമായി മനസ്സിലായിട്ടില്ല. Yes. Then Article 21, protection of life and personal liberty. Protection of, അത് കുറ്റവാളി തനിക്കെതിരെ സാക്ഷി പറയാൻ പാടില്ല. Yes. No self-incrimination. No person accused of any offense shall be compelled, വാക്ക് ശ്രദ്ധിക്കൂ, compelled to be a witness against himself. കമ്പൽ ചെയ്യാൻ പാടില്ല. Protection of life and personal liberty. Article 21 includes right to privacy, clean environment, legal aid, shelter. Expanded by the judicial interpretations. ഒരുപാട് ജുഡീഷ്യൽ ഇന്റർപ്രിട്ടേഷൻസ് ഉണ്ട് ഈ ആർട്ടിക്കിൾ 21 അല്ലെ. ഈ പറഞ്ഞ പോലെ റൈറ്റ് ടു മേരി ഓഫ് എ ചോയ്സ് അല്ലെ, റൈറ്റ് ടു മേരി ഓഫ് എ ചോയ്സ് UPSCയുടെ ഒരു PYQ ആയിരുന്നു. അത് ഏത് ആർട്ടിക്കിൾ ആണ്? ആർട്ടിക്കിൾ ആർട്ടിക്കിൾ 21 ആണ് കേട്ടോ. ആർട്ടിക്കിൾ 21 ഒരുപാട് കാര്യങ്ങളുണ്ട്. റൈറ്റ് ടു ലിവ് വിത്ത് ഹ്യൂമൻ ഡിഗ്നിറ്റി, റൈറ്റ് ടു ലിവ്ലിഹുഡ്, റൈറ്റ് ടു പ്രൈവസി, റൈറ്റ് ടു ഷെൽട്ടർ, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾക്ക് ലിസ്റ്റ് നോക്കിക്കഴിഞ്ഞാൽ തന്നെ കാണാം. ഇറ്റ് ഈസ് അഗെയിൻ ഡെവലപ്പ് ചെയ്തുകൊണ്ടേ ഇരിക്കുകയാണ്. റൈറ്റ് അഗെയിൻസ്റ്റ് പബ്ലിക് ഹാങ്ങിങ്, റൈറ്റ് ടു ഇൻഫർമേഷൻ, റൈറ്റ് ടു റെപ്യൂട്ടേഷൻ, എല്ലാം ഈ പ്രൊട്ടക്ഷൻ ഓഫ് ലൈഫ് ആൻഡ് പേഴ്സണൽ ലിബർട്ടിയിൽ വരുന്ന കാര്യമാണ്. ആർട്ടിക്കിൾ 21 അമെൻഡ് ചെയ്യപ്പെട്ടതാണ് അല്ലെ. നമ്മൾ ഒരു ആർട്ടിക്കിളിന്റെ കൂടെ ഒരു ആൽഫബറ്റ് കാണുകയാണെങ്കിൽ വിച്ച് മീൻസ് ഇറ്റ് ഈസ് അമെൻഡഡ് ആയിട്ടുള്ള കാര്യമാണ്. ആർട്ടിക്കിൾ 21 റൈറ്റ് ടു എഡ്യൂക്കേഷൻ ഇൻസർട്ടഡ് ബൈ ദി 86th Amendment Act of 2002, ഫ്രീ ആൻഡ് കമ്പൽസറി എഡ്യൂക്കേഷൻ ടു 6 to 14 years.
86th അമെന്റ്മെന്റ് ആക്ട് 2002 ഫണ്ടമെന്റൽ റൈറ്റും ഫണ്ടമെന്റൽ ഡ്യൂട്ടീസും DPSPയും അമെന്റ് ചെയ്തിട്ടുണ്ട്. യെസ് ഓർ നോ? 3 കാര്യങ്ങളും അമെന്റ് ചെയ്തിട്ടുണ്ട്. ശരിയാണോ തെറ്റാണോ? യെസ്, വെരി ഗുഡ്. 3 കാര്യം അമെന്റ് ചെയ്തിട്ടുണ്ട്. അതെന്തൊക്കെയാണെന്ന് ഇറ്റ്സ് ഓൾ റിലേറ്റഡ് ടു ദിസ് എഡ്യൂക്കേഷൻ ആൻഡ് എഡ്യൂക്കേഷനുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യമാണ്. റൈറ്റ് ടു എഡ്യൂക്കേഷൻ ഇൻ ഫണ്ടമെന്റൽ ഡ്യൂട്ടീസ് ആർട്ടിക്കിൾ 45. വെരി ഗുഡ് സുൽത്താന. ആർട്ടിക്കിൾ 45 അല്ല, DPSP ആർട്ടിക്കിൾ 45. ഇപ്പൊ എത്ര ആലോചിക്കുക? റൈറ്റ് ടു, അല്ലെങ്കിൽ പറഞ്ഞാല് 86ാം ഭേദഗതി 2002 ഫണ്ടമെന്റൽ റൈറ്റിലും ഡ്യൂട്ടീസിലും DPSPയിലും ചേഞ്ചസ് വന്നിട്ടുണ്ട്. ഓക്കെ, അതായത് ഫണ്ടമെന്റൽ റൈറ്റിൽ മാത്രമല്ല അത് അമെന്റ് ചെയ്തത് എന്നൊന്ന് ആലോചിക്കുക. ആർട്ടിക്കിൾ 22 പ്രൊട്ടക്ഷൻ അഗെയിൻസ്റ്റ് അറസ്റ്റ് ആൻഡ് ഡിറ്റൻഷൻ. പ്രൊട്ടക്ഷൻ അഗെയിൻസ്റ്റ് അറസ്റ്റ് ആൻഡ് ഡിറ്റൻഷൻ. സേഫ് ഗാർഡ് ഫോർ ബോത്ത് പ്യൂണിറ്റീവ് ആൻഡ് പ്രിവെന്റീവ് ഡിറ്റൻഷൻ. അല്ലെ? എന്താണ് പ്യൂണിറ്റീവും പ്രിവെന്റീവും? കുറ്റം ചെയ്തതിന് ശേഷം, കുറ്റം ചെയ്യുന്നതിന് മുമ്പ്, അല്ലെ? അതാണ് പ്രിവെന്റീവ് ഡിറ്റൻഷൻ. അല്ലെ? കുറ്റം ചെയ്യുന്നതിന് മുമ്പേ നമുക്ക് പ്രിവെന്റീവ് ഡിറ്റൻഷൻ ചെയ്യാൻ പറ്റും, അല്ലെ? ശരിയല്ലേ? ശിക്ഷണ തടങ്കൽ. മാക്സിമം പീരീഡ് ഓഫ് പ്രിവെന്റീവ് ഡിറ്റൻഷൻ 3 months ആണ്. ക്യാൻ ബി എക്സ്റ്റെൻഡഡ് വിത്ത് അഡ്വൈസറി ബോർഡ് അപ്രൂവൽ. ഓക്കെ, അഡ്വൈസറി ബോർഡ് 3 മാസമാണ് സാധാരണ പ്രിവെന്റീവ് ഡിറ്റൻഷൻ വെക്കാൻ സാധിക്കുള്ളൂ. പക്ഷെ അത് എക്സ്റ്റെൻഡ് ചെയ്തിട്ട് അഡ്വൈസറി ബോർഡ് അപ്രൂവൽ ഉണ്ടെങ്കിൽ നീട്ടിക്കൊണ്ട് പോവാം. റൈറ്റ്. ആർട്ടിക്കിൾ 22. ആർട്ടിക്കിൾ 22യുടെ കാര്യം പറയുകയാണെങ്കിൽ കുറച്ച് കാര്യങ്ങൾ നമുക്ക് 2 രീതിയിൽ ആർട്ടിക്കിൾ 22നെ ഓർഡിനറി ലോയും മറ്റൊന്ന് പ്രിവെന്റീവ് ലോയും. ഓർഡിനറി ലോ അല്ലെ? ആർട്ടിക്കിൾ 22 ഹാസ് 2 parts. 2 parts. എന്തൊക്കെ? ഒന്ന് ഓർഡിനറി ലോയും രണ്ടാമത്തെ ഭാഗം എന്താണ്? പ്രിവെന്റീവ് ഡിറ്റൻഷൻ ലോയുമാണ്. അല്ലെ? ഓർഡിനറി ലോ എന്ന് പറഞ്ഞാൽ നമ്മുടെ നാട്ടിൽ നിലവിൽ സാധാരണ രീതിയിൽ പ്രിവെന്റീവ് ഡിറ്റൻഷൻ ലോ. നമ്മുടെ നാട്ടില് ഈ ഓർഡിനറി ലോ പ്രകാരം അറസ്റ്റ് ചെയ്യുന്ന വ്യക്തികൾക്ക് കുറച്ച്, അല്ലെ, അതാണ് ആർട്ടിക്കിൾ 22 പറയുന്നത്, കുറച്ച് റേറ്റുകൾ അവൈലബിൾ ആണ്. അല്ലെ? എന്ത് കാരണത്താലാണ് ഈ വ്യക്തിയെ അറസ്റ്റ് ചെയ്യുന്നത്? അല്ലെ? ഈ പറഞ്ഞ പോലെ ഈ വ്യക്തിക്ക് ഒരു അഡ്വക്കേറ്റിനെ മീറ്റ് ചെയ്യാനുള്ള റൈറ്റ് 24 മണിക്കൂർ കൊണ്ട്, അഡ്വക്കേറ്റിനല്ല, 24 മണിക്കൂർ കൊണ്ട്, അല്ലെ, പോലീസ് സ്റ്റേഷനിൽ ഒരു മജിസ്ട്രേറ്റിന്റെ മുന്നിൽ ഹാജരാക്കാനുള്ള ഇത് നമുക്കറിയാം. നമ്മുടെ നാട്ടിലെ സാധാരണ രീതിയിൽ നമ്മുടെ സിനിമയിലും മറ്റു പല സ്ഥലത്തും നമ്മൾ കണ്ടുവരുന്നതാണ്. 24 മണിക്കൂർ എക്സ്ക്ലൂഡിംഗ് ദ ജേർണി ടൈം. അല്ലെ? അതേപോലെ തന്നെ റൈറ്റ് ടു ബി റിലീസ്ഡ് ആഫ്റ്റർ 24 hours. അല്ലെ? അതായത് 24 മണിക്കൂറിന് ശേഷം ഈ പറഞ്ഞ പോലെ അയാളെ റിലീസ് ചെയ്യാനുള്ള അധികാരം. അങ്ങനെ കുറച്ച് അധികാരങ്ങൾ ഈ ഓർഡിനറി ലോ പ്രകാരം നമ്മുടെ നാട്ടിൽ അവൈലബിൾ ആണ്. പക്ഷെ ഈ റൈറ്റുകളൊന്നും പ്രിവെന്റീവ് ഡിറ്റൻഷൻ പ്രകാരം അറസ്റ്റ് ചെയ്യപ്പെടുന്ന വ്യക്തികൾക്ക് അവൈലബിൾ അല്ല കേട്ടോ. അത് ജസ്റ്റ് ഒന്ന് ഓർത്തിരിക്കണം. ഓക്കെ, ജസ്റ്റ് ഒന്ന് ഓർത്തിരിക്കുക കേട്ടോ. These safeguards are not available. The person who is arrested under the preventive detention. ചോദിക്കാം, PSC മേ ബി ചോദിക്കാം. ക്ലിയർ അല്ലേ? എന്തെങ്കിലും സംശയം ഉണ്ടോ? യെസ്. അതേ രീതിയിൽ പ്രിവെന്റീവ് ഡിറ്റൻഷൻ അറസ്റ്റ് ചെയ്യുന്നപ്പോൾ അവർക്കും കുറച്ച് റേറ്റുകൾ ഉണ്ട്. ഓക്കെ, ഈ പറഞ്ഞ പോലെ ഈ ഡിറ്റൻഷൻ എന്താണ് 3 മാസത്തിൽ കൂടാൻ പാടില്ല, അഡ്വൈസറി ബോർഡ് ഉണ്ടാവണം. എന്ത് കാരണത്താലാണ് നിങ്ങളുടെ പ്രിവെന്റീവ് ഡിറ്റൻഷൻ ചെയ്യപ്പെടുന്നത് എന്നുള്ള കാരണം അവരോട് പറയണം. പക്ഷെ അതൊന്നും സർക്കാരുകൾ സാധാരണ പറയാറില്ല.
കേട്ടോ, ജസ്റ്റ് ഒന്ന് ഓർത്തിരിക്കുക. എന്നിരുന്നാലും ഇവിടെ ഓർഡിനറി ലോ പ്രകാരം കിട്ടുന്ന റേറ്റുകളൊന്നും പ്രിവെന്റീവ് ഡിറ്റൻഷന് കിട്ടുന്നില്ല. UPSC PYQ ആണ് കേട്ടോ, UPSC PYQ ആണ്. ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അടുത്ത നോക്കൂ, റൈറ്റ് അഗെയിൻസ്റ്റ് എക്സ്പ്ലോയിറ്റേഷൻ. ഫോറിനേഴ്സിന് ഇൻക്ലൂഡഡ് ആണ്. അത് നിങ്ങളുടെ ഡൗട്ട് ആകണ്ടെന്ന് വിചാരിച്ചിട്ടാണ് ഞാനത് പറയാതിരുന്നത്. ഓക്കെ, ഫോറിനേഴ്സിനും ഇൻക്ലൂഡഡ് ആണ്. ദി സേഫ് ഗാർഡ്സ് അല്ല, ഈ ഓർഡിനറി ലോ ഇസ് നോട്ട് അവൈലബിൾ ടു ദി പേഴ്സൺ ഹു ഇസ് അവൈലബിൾ ടു enemy alien or a person arrested. enemy alien നമുക്ക് പഠിക്കാം. അത് ഫോറിനേഴ്സിനെ കുറിച്ച് നമുക്ക് പഠിക്കാനുണ്ട്. ഓക്കെ, ജസ്റ്റ് ഒന്ന് റിയ സുൽത്താന പറഞ്ഞ പോയിന്റ് ആണ്, ജസ്റ്റ് ഒന്ന് ഓർത്തിരിക്കും. ഫ്രണ്ട്ലി ഏലിയനും ഉണ്ട്, എനിമി ഏലിയനും ഉണ്ട്, അങ്ങനെ കുറച്ച് കാര്യങ്ങളുണ്ട്. റൈറ്റ് അഗെയിൻസ്റ്റ് എക്സ്പ്ലോയിറ്റേഷൻ ആർട്ടിക്കിൾ 23, 24 സിമ്പിൾ ആണ്. ആർട്ടിക്കിൾ 23 ഹ്യൂമൻ ട്രാഫിക്കിംഗ്. ആർട്ടിക്കിൾ 24 അല്ലെ ചൈൽഡ് ലേബർ. ഇവിടെയും എക്സെപ്ഷൻസ് ഉണ്ട്. കമ്പൽസറി സർവീസസ് ഫോർ പബ്ലിക് പർപ്പസസ് വിത്തൗട്ട് ഡിസ്ക്രിമിനേഷൻ അല്ലെ. ഒരു അച്ഛന്റെ ജോലിയിൽ ഒരു മകൻ സഹായിക്കുന്നതൊന്നും ഈ പറഞ്ഞ പോലെ ഈ ചൈൽഡ് ലേബറിന്റെ കേസിൽ വരില്ല. അങ്ങനെ കുറച്ച് എക്സെപ്ഷൻസ് അതിൽ ഉണ്ട്. ആർട്ടിക്കിൾ 24 ഇവിടെ കൊടുത്തിട്ടുണ്ട് അല്ലെ. ആർട്ടിക്കിൾ 24 prohibition of child labor, no employment of children below the 14 years in hazardous industries. അതിനുശേഷം റൈറ്റ് ടു ഫ്രീഡം ഓഫ് റിലീജിയൻ ആർട്ടിക്കിൾ 25 മുതൽ 28 വരെയാണ്. ആർട്ടിക്കിൾ 25 ഫ്രീഡം ഓഫ് കൺസൈസ് ആൻഡ് ഫ്രീ പ്രൊഫഷൻ ഓഫ് റിലീജിയൻ. അതും സബ്ജക്റ്റഡ് ടു പബ്ലിക് ഓർഡർ, മൊറാലിറ്റി ആൻഡ് ഹെൽത്ത് അല്ലെ. എക്സെപ്ഷൻസ് ഉണ്ട്. ആർട്ടിക്കിൾ 25 എക്സെപ്ഷൻസ് ഉണ്ട്. ആർട്ടിക്കിൾ 26 ഫ്രീഡം ടു മാനേജ് റിലീജിയസ് അഫയേഴ്സ്, റൈറ്റ് ഓൺ പ്രോപ്പർട്ടി, എസ്റ്റാബ്ലിഷ് ഇൻസ്റ്റിറ്റ്യൂഷൻ എക്സെട്ര കം അണ്ടർ ദിസ് ആർട്ടിക്കിൾ 26. ആർട്ടിക്കിൾ 27 ടാക്സ് അല്ലെ. ടാക്സ് എന്നുള്ള ഒറ്റ കാര്യം ആലോചിച്ചാൽ മതി. ഫ്രീഡം ഫ്രം ടാക്സേഷൻ ഫോർ റിലീജിയസ് പ്രൊമോഷൻ അല്ലെ. റിലീജിയസ് പരമായിട്ടുള്ള പ്രൊമോഷനും കാര്യങ്ങൾക്കൊന്നും ടാക്സ് ബാധകമല്ല. ആർട്ടിക്കിൾ 27. ആർട്ടിക്കിൾ 28 ഫ്രീഡം ഫ്രം റിലീജിയസ് ഇൻസ്ട്രക്ഷൻസ് ഇൻ സർട്ടൻ ഇൻസ്റ്റിറ്റ്യൂഷൻ. അതാണ് ആർട്ടിക്കിൾ 28. No religious instructions in state-funded educational institution. പിന്നീട് ഈ ആർട്ടിക്കിൾ 28 പല രീതിയിൽ ഈ സ്റ്റേറ്റ് എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷനെ വേർതിരിക്കുന്നുണ്ട്. പ്രധാനമായിട്ടും 4 രീതിയിൽ, 4 ടൈപ്സ്. ഓക്കെ, PSC ഇവിടെ നിന്നൊന്നും അധികം ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടില്ല കേട്ടോ. അതുകൊണ്ട് തന്നെയാണ് ഞാൻ അധികം കൂടുതൽ ഇവിടെ 4 ടൈപ്സ് ആയിട്ട്. അതായത് ഇൻസ്റ്റിറ്റ്യൂഷൻ സ്റ്റേറ്റ് അല്ലെ, ഫുൾ മാനേജ്ഡ് ബൈ ദ സ്റ്റേറ്റ്. രണ്ടാമത്തേത് ഇൻസ്റ്റിറ്റ്യൂഷൻ അഡ്മിനിസ്ട്രേറ്റഡ് ബൈ ദ സ്റ്റേറ്റ് ബട്ട് എസ്റ്റാബ്ലിഷ്ഡ് അണ്ടർ എനി ട്രസ്റ്റ്. പിന്നീട് ഇൻസ്റ്റിറ്റ്യൂഷൻ റെക്കഗ്നൈസ്ഡ് ബൈ ദ സ്റ്റേറ്റ്. അതേപോലെ തന്നെ 4 കാറ്റഗറി ഉണ്ട്. ഇൻസ്റ്റിറ്റ്യൂഷൻ റിസീവിംഗ് എയ്ഡ് ഫ്രം ദ സ്റ്റേറ്റ്. ഓക്കെ, അപ്പൊ ഇതിന്റെ കാറ്റഗറി അനുസരിച്ചിട്ട് റിലീജിയസ് ഇൻസ്ട്രക്ഷൻസ് കൊടുക്കാൻ പറ്റും. ഓക്കെ, അപ്പൊ ഇങ്ങനെ ഒരു കാര്യം ഉണ്ടെന്ന് ജസ്റ്റ് ഒന്ന് ഓർത്തിരിക്കുക. ആർട്ടിക്കിൾ 28. അടുത്ത ആർട്ടിക്കിൾ 29 to 30 കൾച്ചറൽ ആൻഡ് എഡ്യൂക്കേഷണൽ റൈറ്റ് ആണ്. ആർട്ടിക്കിൾ 29 പ്രൊട്ടക്ഷൻ ഓഫ് ഇൻട്രസ്റ്റ് ഓഫ് മൈനോറിറ്റീസ്, റൈറ്റ് ടു കൺസേർവ് ലാംഗ്വേജസ്, സ്ക്രിപ്റ്റ് ആൻഡ് കൾച്ചർ. ഞാൻ നിങ്ങളോട് ചോദിക്കുകയാണ്, ആർട്ടിക്കിൾ 29 ഓൺലി ഇൻക്ലൂഡ് ദ ഇൻട്രസ്റ്റ് ഓഫ് മൈനോറിറ്റി എന്ന് പറഞ്ഞാൽ യെസ് ഓർ നോ, ശരിയാണോ തെറ്റാണോ? ഇൻട്രസ്റ്റ് ഓഫ് മൈനോറിറ്റീസ് ശരിയാണോ തെറ്റാണോ? ആർട്ടിക്കിൾ 29 ഇവിടെ പ്രൊട്ടക്ഷൻ ഓഫ് ഇൻട്രസ്റ്റ് ഓഫ് മൈനോറിറ്റീസ്. ആർട്ടിക്കിൾ 29 ഇറ്റ് ഓൺലി ഇൻക്ലൂഡ് അല്ലെങ്കിൽ പ്രൊട്ടക്ട്സ് ദ ഇൻട്രസ്റ്റ് ഓഫ് മൈനോറിറ്റീസ് എന്ന് പറഞ്ഞാൽ ശരിയാണോ തെറ്റാണോ? യെസ് ഓർ നോ? യെസ് യെസ്. BVQ ഫസ്റ്റ് ഉത്തരം പറഞ്ഞിട്ടുണ്ട്, യെസ് പറഞ്ഞിട്ടുണ്ട്. ബാക്കി വരെ ടൈപ്പ് ചെയ്. ലിംഗ്വിസ്റ്റിക് മൈനോറിറ്റി ഓൺലി, നോ, മൈനോറിറ്റീസ് മാത്രമല്ലോ. സുപ്രീം കോടതിയുടെ ജഡ്ജ്മെന്റ് ഉണ്ട്. ആർട്ടിക്കിൾ 29 ഈസ് അപ്ലിക്കബിൾ, ഓർത്തിരിക്കുക, അപ്ലിക്കബിൾ ടു ബോത്ത് മൈനോറിറ്റീസ് ആസ് വെൽ ആസ് മെജോറിറ്റീസ്. കേട്ടോ, ഈ ഒറ്റ വരി ഒന്ന് ഓർത്തിരിക്കുക. ഇതുവരെ PSC ചോദിച്ചിട്ടൊന്നുമില്ല, എന്നാലും ജസ്റ്റ് ഓർത്തിരിക്കുക. അപ്ലിക്കബിൾ ടു ബോത്ത് മെജോറിറ്റി ആസ് വെൽ ആസ് മൈനോറിറ്റി സുപ്രീം കോടതിയുടെ ജഡ്ജ്മെന്റ് ആണ്.
Article 29 provides that any section of the citizen residing in any part of the India having a distinct language, script, or culture of its own shall have the right to conserve the same. Article 29. Further, no citizen shall be denied admission into any education institution maintained by the state or receiving aid out of the state fund on ground of religion, race, caste, language. Yes, വഖഫിനൊക്കെ ഈ ആർട്ടിക്കിൾ ബാധകമല്ലേ? വഖഫ് ആക്ട് ആണ് കേട്ടോ. വഖഫ് ഓൾറെഡി എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ആക്ട് ആണ്. പാർലമെന്റ് പാസ്സാക്കിയ ഒരു നിയമമാണ് വഖഫ് ആക്ട്. ആ ആക്ട് പ്രകാരമാണ് വഖഫിന്റെ പ്രോപ്പർട്ടീസ് മാനേജ് ചെയ്യുന്നത് കേട്ടോ. ആ ആക്ടിലാണ് ഇപ്പൊ മാറ്റം വരുത്തിയിട്ടുള്ളത്. Article 29 grant protection to both the religious minorities plus linguistic minorities. Religious minorities, linguistic minorities. പിന്നീട് സുപ്രീം കോടതി പറയുന്നുണ്ട് എന്ത്, the scope of this article is not necessarily restricted to minorities only. Okay, this is also applicable to majority as well as minority. Supreme Court പറയുന്നുണ്ട്. Again, Article 30, right of minorities to establish and administer educational institution includes right to receive government aid without discrimination. Article 30. Okay, Article 13. Article 30 is only applicable to minorities. ശരിയാണോ? Article 30 is only applicable to minorities. ശരിയാണോ? Yes, ശരിയാണ് കേട്ടോ. Article 30 only to minorities. Article 29 both minorities as well as majority. Okay. And the ഏറ്റവും അവസാനമുള്ളത് റൈറ്റ് ടു കോൺസ്റ്റിറ്റ്യൂഷണൽ റെമഡീസ് അല്ലെ, നമ്മുടെ ആർട്ടിക്കിൾ 32 കോൾഡ് ദ ഹെർട്ട് ആൻഡ് ദ സോൾ ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ. ഡോക്ടർ അംബേദ്കർ ആണ് പറഞ്ഞത്. PYQ ആണ് PSCയുടെ. സുപ്രീം കോർട്ട് എൻഫോഴ്സ്മെന്റ് ഓഫ് ദ ഫണ്ടമെന്റൽ റൈറ്റ്, അല്ലെ, റിട്ടുകൾ, ഹേബിയസ് കോർപ്പസ്, അല്ലെ, ടു ഹാവ് ദ ബോഡി, മാൻഡമസ്, വി കമാൻഡ്, പ്രൊഹിബിഷൻ, സെർഷ്യൂഷറി, ക്യോ വാറന്റോ, എന്ത് അധികാരം, അല്ലെ, റിട്ടുകൾ. ഈ റിട്ടുകളെ കുറിച്ച് നമുക്ക് പഠിക്കാനുണ്ട്. ഒരു മാർക്ക് ഈ പോർഷനിൽ നിന്ന് ഇവിടുന്ന് ഒരു ക്വസ്റ്റ്യൻ ചോദിക്കാം. ഹേബിയസ് കോർപ്പസ് ഒക്കെ PSCയുടെ ഫേവറേറ്റ് ആണ്. മാൻഡമസ്, പ്രൊഹിബിഷൻ, സെർഷ്യൂഷറി, ക്യോ വാറന്റോ. ഇതിന്റെ PDF ഞാൻ നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യാം. PDF റീഡ് ചെയ്യേണ്ട കാര്യമേ ഉള്ളൂ. ഇൻഫാക്ട് നിങ്ങൾക്ക് ക്ലാസ് വേണമെങ്കിൽ പറഞ്ഞാൽ മതി, നമുക്ക് എടുക്കാം. സിമ്പിൾ ആണ് റിട്ടുകൾ. ഫീച്ചേഴ്സ് ഓഫ് ദ ഫണ്ടമെന്റൽ റൈറ്റ് അല്ലെ, നോട്ട് ആബ്സല്യൂട്ട്. നമ്മൾ ഇത്ര നേരം പഠിച്ചാണ്. സബ്ജക്റ്റഡ് ടു റീസണബിൾ റെസ്ട്രിക്ഷൻസ്. സം റൈറ്റ്സ് ആർ ഓൺലി അവൈലബിൾ ടു സിറ്റിസൺ. ആർട്ടിക്കിൾ 15, 16, 19. എക്സാമ്പിൾ, സിറ്റിസൻസിനും ഫോറിനേഴ്സിനും അല്ല, സിറ്റിസൻസിന് മാത്രമായിട്ട് ഫണ്ടമെന്റൽ റൈറ്റ് ആണ്. എല്ലാ ഫണ്ടമെന്റൽ റൈറ്റും സിറ്റിസൻസിന് അവൈലബിൾ ആണ്. എന്നാൽ ഫോറിനേഴ്സിന് ചില ഫണ്ടമെന്റൽ റൈറ്റുകൾ അവൈലബിൾ അല്ല. അത് ഏതൊക്കെയാണ്? സ്പീഡിൽ പറയാൻ പറ്റുമോ? ഫിഫ്റ്റീൻ, 16, 19. ബാക്കി 23 ഇല്ലേ? ഓക്കെ അഞ്ജലി, വെരി ഗുഡ്. 15, 16, 19, 29, 30. വെരി ഗുഡ്. റിയ സുൽത്താൻ, വെരി ഗുഡ്. അല്ലെ, ഇതാണ് ഫോറിനേഴ്സിന് മാത്രം അവൈലബിൾ ആയിട്ടുള്ളത്. ബാക്കി പിന്നെ പറയണ്ടല്ലോ. ഇത് ജസ്റ്റ് ഓർത്തിരിക്കണം. PSC ഇടക്കിടക്ക് ചോദിക്കാറുണ്ട് ഈ കാര്യം. ക്യാൻ ബി സസ്പെൻഡഡ് ഡ്യൂറിംഗ് എമർജൻസി. ആർട്ടിക്കിൾ 20, 21 അല്ല, നമുക്ക് എമർജൻസി പഠിക്കുന്ന സമയത്ത് പഠിക്കാം അല്ല. പല രീതിയിൽ സ്റ്റേറ്റ് എമർജൻസി ഡിക്ലെയർ ചെയ്യുന്ന സമയത്ത് അത് ഇന്റേണൽ എക്സ്റ്റേണൽ എന്നൊക്കെ നോക്കിയിട്ട് നമുക്ക് ഫണ്ടമെന്റൽ റൈറ്റ് ഇല്ലാതാക്കാൻ പറ്റുള്ളൂ. അത് നമുക്ക് പഠിക്കാം.
എക്സെപ്റ്റ് ആർട്ടിക്കിൾ 20 ആൻഡ് 21 അല്ലെ. 358ഉം ആർട്ടിക്കിൾ 359 അല്ലെ ഫണ്ടമെന്റൽ റൈറ്റുമായി ബന്ധപ്പെട്ടുള്ളത് നമുക്ക് എമർജൻസി പഠിക്കാം. പിന്നീട് amendments ആൻഡ് ജുഡീഷ്യൽ ഇന്റർപ്രിട്ടേഷൻസ്. ഓക്കെ, ജസ്റ്റ് റീഡ് ചെയ്യാം. ഓക്കെ, ആൻഡ് ആർട്ടിക്കിൾ 16 എന്താണ്? ആർട്ടിക്കിൾ 16 എന്താണ്? ഒന്ന് സ്പീഡിൽ ഒന്ന് ആലോചിച്ച് പറഞ്ഞേ. ദാറ്റ് ഈസ് ആർട്ടിക്കിൾ 16. വാട്ട് ഈസ് ആർട്ടിക്കിൾ 16? അവസാന സമവക്തം. എംപ്ലോയ്മെന്റ്, പബ്ലിക് എംപ്ലോയ്മെന്റ് ഓപ്പർച്യൂണിറ്റി അല്ലെ. പിന്നീട് നിങ്ങൾ ആർട്ടിക്കിൾ 33. ആർട്ടിക്കിൾ 33 എന്ന് പറഞ്ഞാല് പാർലമെന്റ് പവർ റിലേറ്റഡ് വിത്ത് ദി ഫണ്ടമെന്റൽ റൈറ്റ് ഓഫ് ആർമഡ് ഫോഴ്സസ്. ഓക്കെ, ജസ്റ്റ് അറിഞ്ഞിരിക്കട്ടോ. ആർട്ടിക്കിൾ 33. ആർട്ടിക്കിൾ 34 മാർഷ്യൽ ലോ, പട്ടാള ഭരണം, മാർഷ്യൽ ലോ. ആർട്ടിക്കിൾ 34. ഓക്കെ, ഗായത്രി പറഞ്ഞിട്ടുണ്ട് ഈക്വാലിറ്റി ഓഫ് പബ്ലിക് എംപ്ലോയ്മെന്റ്. ഓക്കെ, ഇനി ആർട്ടിക്കിൾ 32 എന്താണ്? ആർട്ടിക്കിൾ 32 എന്താണ്? ഏത് വർക്കിൽ ചോദിച്ചു കഴിഞ്ഞാലും ഈ ഫണ്ടമെന്റൽ റൈറ്റിന്റെ ആർട്ടിക്കിൾസ് ഏതാന്ന് ഓർമ്മ വേണം കേട്ടോ. ആർട്ടിക്കിൾ 32 ഏതാണ്? ഇപ്പം വായിച്ചിട്ടില്ലല്ലോ. റിട്ടുകൾ അല്ലെ, റിട്ടുകൾ. ആർട്ടിക്കിൾ 33 എന്താണ്? ആർട്ടിക്കിൾ 33 കോൺസ്റ്റിറ്റ്യൂഷൻ റെമഡീസ്. അഞ്ജലി, വെരി ഗുഡ്. 33 നമ്മളിപ്പോ പറഞ്ഞിട്ടുള്ള അല്ലെ, 33 ഞാനിപ്പം പറഞ്ഞിട്ടേ ഉള്ളൂ. യെസ്, ആർംഡ് ഫോഴ്സസ് മെമ്പേഴ്സിന്റെ ഫണ്ടമെന്റൽ റൈറ്റ് അല്ലെ. ആർംഡ് ഫോഴ്സസ് അല്ലെ, പട്ടാളക്കാർക്ക് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള ഫണ്ടമെന്റൽ റൈറ്റുകൾ അവൈലബിൾ അല്ല, അവരൊക്കെ റെസ്ട്രിക്റ്റഡ് ആണ് അല്ലെ. ആർംഡ് ഫോഴ്സസിന്റെ ഫണ്ടമെന്റൽ റൈറ്റ്. അപ്പൊ 34 മാർഷ്യൽ ലോ അല്ലെ. 34 മാർഷ്യൽ ലോ, ദാറ്റ് ഈസ് ദി പട്ടാള ഭരണം അല്ലെ, മാർഷ്യൽ ലോ. 17 എന്താണ്? ആർട്ടിക്കിൾ 17 എന്താണ്? ആർട്ടിക്കിൾ 17 ഓക്കെ, ഞാൻ പറയുന്നത് കേൾക്കുന്നുണ്ടല്ലോ. ഓക്കെ, സ്പീഡിൽ അൺടച്ചബിലിറ്റി പ്രൊഹിബിഷൻ. ഓക്കെ, അവസാനം ആർട്ടിക്കിൾ 23 എന്താണ്? അവസാനം ആർട്ടിക്കിൾ 23. ആർട്ടിക്കിൾ 23 എന്താണ്? യാ, ഫോഴ്സ്ഡ് ലേബർ. ഇത്രയും കാര്യങ്ങൾ ക്യാൻ ബി റെഗുലേറ്റഡ് ഓൺലി ബൈ പാർലമെന്റ്. നോട്ട് ചെയ്യണേ, ഇമ്പോർട്ടന്റ് ആണ്. ക്യാൻ ബി റെഗുലേറ്റഡ് ഓൺലി ബൈ പാർലമെന്റ്. സംസ്ഥാന ലെജിസ്ലേറ്ററുകൾക്ക് ഇവിടെ ഒരു പവറും ഇല്ല ഇത് ഇത്രയും ആർട്ടിക്കിൾസ് റെഗുലേറ്റ് ചെയ്യാൻ കേട്ടോ. ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക. ആൻഡ് നമ്മൾ ഫണ്ടമെന്റൽ റൈറ്റിലെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ പഠിച്ചു കഴിഞ്ഞു. എഗെയിൻ ഞാൻ സമ്മറൈസ് ചെയ്യാണ്. ഫണ്ടമെന്റൽ റൈറ്റ് ഇൻട്രൊഡക്ഷൻ പാർട്ടുകൾ ഓർത്തിരിക്കുക. എല്ലാ ആർട്ടിക്കിൾസും ഇമ്പോർട്ടന്റ് ആണ്. എല്ലാ ആർട്ടിക്കിൾസും വെരി വെരി ഇമ്പോർട്ടന്റ് ആണ്. ആർട്ടിക്കിൾ 14, 12 മുതൽ 35 വരെ എല്ലാം ഇമ്പോർട്ടന്റ് ആണ്. സോ നിങ്ങൾ അതെല്ലാം പഠിക്കണം, കാണാപ്പാടം പഠിക്കണം. അതേപോലെ തന്നെ എക്സെപ്ഷൻസ് ഉണ്ട്, കാര്യങ്ങളൊക്കെ. അത് നിങ്ങൾ ജസ്റ്റ് റീഡ് ചെയ്യുക. എക്സെപ്ഷൻസ് ഇങ്ങനെ ഉണ്ട്, കാര്യങ്ങൾ ഇങ്ങനെ ഉണ്ട് എന്ന് ജസ്റ്റ് ഓർത്തിരിക്കുക. എഗെയിൻ പിന്നെ യെസ്, റിട്ടുകളുടെ ഒരു നോട്ട് ഞാൻ നിങ്ങൾക്ക് തരാം. ഓക്കെ, റിട്ടുകളുടെ ഒരു നോട്ട് ഞാൻ നിങ്ങൾക്ക് തരാം. ഫേവറേറ്റ് ഏരിയ ആണ്. പിന്നീട് ജഡ്ജ്മെന്റും കാര്യങ്ങളും. എഗെയിൻ ഞാൻ പറയാണ്, റീഡ് ദിസ് PDF ഓൺലി ആഫ്റ്റർ റീഡിങ് ലക്ഷ്മികാന്ത്. ലക്ഷ്മികാന്ത് വായിച്ചതിന് ശേഷം മാത്രം ഈ PDF റീഡ് ചെയ്യുക. ഡെഫിനറ്റ്ലി ഓക്കെ, ഡെഫിനറ്റ്ലി അത് നിങ്ങളെ പഠിത്തത്തിന് സഹായിക്കും. സോ വി ഹാവ് കംപ്ലീറ്റഡ് ഫണ്ടമെന്റൽ റൈറ്റ് ഓൾസോ. ആൻഡ് നൗ നമുക്ക് പഠിക്കാനുള്ളത് നാളത്തെ ടാസ്ക്. ഓക്കെ, അറ്റ്ലീസ്റ്റ് ഇത്രയെങ്കിലും പഠിക്കുക. അല്ലാതെ ഫണ്ടമെന്റൽ റൈറ്റും വെച്ചിട്ട് 10-15 ദിവസം ഇരിക്കരുത് കേട്ടോ. അടുത്ത നാളത്തെ ടോപ്പിക്ക്
ഡേ ത്രീ ഞാൻ ചാനൽ ഇടാം. എന്നാലും ഞാൻ പറയാണ്, ഡേ 3 യു ഹാവ് ടു കവർ DPSP കവർ ചെയ്യുക. ഓക്കെ, അതിനുശേഷം ഫണ്ടമെന്റൽ ഡ്യൂട്ടീസും കവർ ചെയ്യുക. ഓക്കെ, ദെൻ അമെന്റ്മെന്റ് ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ. സിമ്പിൾ ആണ്, അമെന്റ്മെന്റ് ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ. ഇത് മൂന്നും ചെറിയ ചാപ്റ്റേഴ്സ് ആണ്, കവർ ചെയ്യാൻ പറ്റും, അത്ര ഡിഫിക്കൽട്ട് ഒന്നുമല്ല. ഓക്കെ, എഗെയിൻ വേണമെങ്കിൽ നാളെ ഒരു ദിവസം ഓഫ് എടുത്ത് നമുക്ക് മറ്റന്നാൾ ക്ലാസ് വെക്കാം. ഓക്കെ, സോ DPSP, ഫണ്ടമെന്റൽ ഡ്യൂട്ടീസ്, അമെന്റ്മെന്റ് ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ തീർച്ചയായും പഠിച്ചിരിക്കണം. ഇതിന് പുറമെ ഞാൻ നിങ്ങൾക്ക് എന്ത് ചെയ്യും, ഒരു ലിങ്ക് പ്രൊവൈഡ് ചെയ്യും. യൂട്യൂബ് ചാനലിലെ ലിങ്ക് കഴിഞ്ഞ വർഷം 2024 മുതൽ 2021 വരെയുള്ള പൊളിറ്റിയുടെ PYQs മുഴുവൻ സോൾവ് ചെയ്യുന്ന രീതിയിലുള്ള ഒരു ക്ലാസ് ഉണ്ട്. ഓക്കെ, സ്പീഡിൽ. അതിന്റെ ലിങ്ക് ഞാൻ നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യും. അത് ഇന്ന് രാത്രി അല്ലെങ്കിൽ നാളെ ഞാൻ പ്രൊവൈഡ് ചെയ്യും. ഓൾറെഡി ഞാനത് ചെയ്തിട്ടുണ്ടായിരുന്നു. അത് നിങ്ങൾ ജസ്റ്റ് ഒന്ന് കാണുക, ജസ്റ്റ് ഒന്ന് വായിക്കുക. അതിന്റെ PDF ഞാൻ നിങ്ങൾക്ക് ഇട്ട് തരാം. ഓക്കെ, PYQയുടെ പൊളിറ്റിയുടെ. അതേപോലെ തന്നെ മോഡേൺ ഇന്ത്യയുടെ PYQs നമുക്ക് ചെയ്യാനുണ്ട്. അത് മറന്നുകൊണ്ട, അത് നമുക്ക് ഈ വീക്ക് തന്നെ ചെയ്യണം. ഓക്കെ, സോ ഡേ 3 DPSP, ഫണ്ടമെന്റൽ റൈറ്റ്, അമെന്റ്മെന്റ് ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ കംപ്ലീറ്റ് ചെയ്യുക. ഓക്കെ, അഗെയിൻ നാളെ ഏപ്രിൽ, ജനുവരി, ഫെബ്രുവരി, മാർച്ച്, ഏപ്രിൽ കറന്റ് അഫയേഴ്സും അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. ഓക്കെ, ഏപ്രിൽ 2024 കറന്റ് അഫയേഴ്സ് മന്ത്ലി മാഗസീൻ. ഓക്കെ, റേഞ്ചിന്, നെറ്റ്വർക്കിന് നല്ല പ്രശ്നമുണ്ട്. എന്തോ ഭാഗ്യമാണ് ക്ലാസ് ഇത്രയും കംപ്ലീറ്റ് ചെയ്തത്. ഓക്കെ, സോ നമുക്ക് ബാക്കി അടുത്ത ക്ലാസ്സിൽ കാണാം. പിന്നെ ഈ ടോപ്പിക്കുമായി ബന്ധപ്പെട്ടിട്ട് ഡിഫിക്കൽട്ട് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ഇന്ന് രാത്രി MCQ ഉണ്ടാവും. ഓക്കെ, ഒരു 5 ക്വസ്റ്റ്യൻ ഫ്രം പ്രിയാമ്പിൾ, 5 ക്വസ്റ്റ്യൻ ഫ്രം ഫണ്ടമെന്റൽ റൈറ്റ്. അപ്പൊ അത് നിങ്ങൾ റിവിഷൻ ചെയ്യുക. രാത്രി 10 മണിക്ക് ശേഷമായിരിക്കും ഉണ്ടാവുക. സോ ഓൾ ദ ബെസ്റ്റ്, കീപ് ലേണിംഗ്. നിങ്ങളുടെ സജഷൻസും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ എന്റെ അടുത്ത് പറയാം. PDF കാര്യങ്ങളും ഓൾറെഡി ഇട്ടിട്ടുണ്ട്. ക്ലാസ്സിന്റെ റെക്കോർഡിംഗ്സ് ഞാൻ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യാം. സോ ഓൾ ദ ബെസ്റ്റ്, കീപ് ലേണിംഗ്, ഗോ ഓൺ.